എല്ലാവർക്കും നമസ്കാരം. SNM ട്രെയിനിംഗ് കോളേജിലെ ലിറ്റററി ക്ലബ്, ലൈബ്രറി റീഡേഴ്സ് ഫോറം സംയുക്തമായി എല്ലാ വ്യാഴാഴ്ചയും സംഘടിപ്പിച്ചു വരുന്ന പ്രതിവാര പുസ്തക നിരൂപണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുക, നമ്മുടെ സാഹിത്യ ലോകത്ത് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന പുതിയ രചനകളെയും എഴുത്തുകാരെയും വായനക്കാരിലേക്ക് എത്തിക്കുക, കൂടാതെ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലെ വായനയെ പരിപോഷിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വ്യാഴാഴ്ചത്തെയും പോലെ നമ്മൾ ഇന്നൊരു പുസ്തകത്തെ പറ്റി അറിയുവാനും ചർച്ച ചെയ്യുവാനും ഒത്തുകൂടിയിരിക്കുകയാണ്. പ്രശസ്ത എഴുത്തുകാരനും മലയാള മനോരമയിലെ ചീഫ് റിപ്പോർട്ടറുമായ അരുൺ എഴുത്തച്ഛന്റെ സഞ്ചാര സാഹിത്യകൃതിയായ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന കൃതിയാണ് ഇന്നിവിടെ പരിചയപ്പെടുന്നത്. ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായി 2ാം വർഷ മലയാളം വിദ്യാർത്ഥിനിയായ ലേന ടിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കാണാത്ത ലോകം കാണിക്കുകയും കേൾക്കാത്ത ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന മാന്ത്രികരാണ് പല പുസ്തകങ്ങളും. നമുക്കെല്ലാവർക്കും വായനയുടെ മഹത്വത്തെക്കുറിച്ച് അറിയാം. ഓരോരുത്തരുടെയും ബുദ്ധിശക്തിയെ വളർത്താനും ചിന്താരീതിയെ മാറ്റിക്കുറിക്കുവാനും മാനസിക വളർച്ചയെ ഊർജപ്പെടുത്തുവാനും ഭാഷാ നൈപുണ്യത്തെ ഉയർത്തുവാനും വായന സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിലെ വായനാശീലം ഊർജിപ്പിക്കുന്നതിനും വിവിധ പുസ്തകങ്ങളെ നമ്മളിലേക്ക് പരിചയപ്പെടുത്തുന്നതിനും SNM ട്രെയിനിംഗ് കോളേജ് മൂത്തകുന്നവും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വ്യാഴാഴ്ച വായനാഴ്ച പ്രതിവാര പുസ്തക നിരൂപണത്തിലേക്ക് ഞാൻ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത മിസ്സിന്റെ അഭാവത്തിലും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഈ പരിപാടിയുടെ മുഖ്യാതിഥിയും ഗ്രന്ഥരചയിതാവും മലയാള മനോരമയിലെ ചീഫ് റിപ്പോർട്ടറുമായ അരുൺ എഴുത്തച്ഛൻ സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ പുസ്തക നിരൂപണം ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നിതിൻ ദാസ് KHനെയും ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയുടെ നെടുന്തൂണായ ടീച്ചർ കോർഡിനേറ്റേഴ്സ് ഡോക്ടർ KS കൃഷ്ണകുമാർ മാഷിനെയും ഡോക്ടർ ഹീര KS മിസ്സിനെയും ഞാൻ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ പുസ്തക പ്രേമികളെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്ത് അവസാനിപ്പിക്കുന്നു. നന്ദി. വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ നിരൂപണം അവതരിപ്പിക്കുന്നതിനായി നിതിൻ ദാസ് KH, 2ാം വർഷ മലയാളം വിദ്യാർത്ഥിനിയായ നിതിൻ ദാസ് KHനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഏറെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെയാണ് വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. മറ്റൊന്നുമല്ല, ഏറെ ഇഷ്ടപ്പെടുന്ന, ഏറെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന്റെ പുസ്തകമാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്നത്. വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്നത് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത ചില സത്യങ്ങളെ അനുഭവങ്ങളിലൂടെ തുറന്ന് പറയുന്ന ഒന്നായിട്ടാണ് ഞാൻ വായിച്ചെടുത്തത്. അന്ധവിശ്വാസങ്ങളുടെയും അതുപോലെ തന്നെ അനാചാരങ്ങളുടെയും പേരില് ഒരുപാട് മനുഷ്യരെ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ പലയിടങ്ങളിലുമുള്ള സാധാരണക്കാരായ സ്ത്രീകളെ കൊടിയ ചൂഷണങ്ങൾക്ക് വിധേയമാക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരവസ്ഥ, ആ ഒരു അവസ്ഥയുടെ നേർരേഖ ചിത്രമായിട്ടാണ് നമുക്ക് ഈ ഒരു പുസ്തകം മാറുന്നത്. 2019 കേരള സാഹിത്യ അക്കാദമി മികച്ച യാത്രാ വിവരണത്തിനുള്ള ഒരു അംഗീകാരം നൽകുകയുണ്ടായി. അപ്പൊ നമ്മൾ എപ്പോഴും കേൾക്കുന്നതും അല്ലെങ്കിൽ നമ്മളെപ്പോഴും കാണുന്നതും നമ്മളെപ്പോഴും വായിക്കുന്നതുമായിട്ടുള്ള സഞ്ചാര സാഹിത്യ കൃതികളിലെ ഭൂരിഭാഗവും ഏതെങ്കിലും പ്രദേശങ്ങളെ അതിന്റെ ഭംഗി അടയാളപ്പെടുത്തുന്ന രീതിയിലേക്ക്, അങ്ങനെ വശ്യമായിട്ടുള്ള ആ ഒരു ചുറ്റുപാടിനെ ആയിരിക്കും, പ്രകൃതിയെ ആയിരിക്കാം, പരിസ്ഥിതിയെ ആയിരിക്കാം, അവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തിന്റെ അതിനൊക്കെ ആയിരിക്കാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ടായിരിക്കും.
എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിനപ്പുറത്തേക്ക് ആഹ് യാത്രകളില് പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്നതും നമ്മൾ പറയാൻ മടിക്കുന്നതുമായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളെ, ചില സത്യങ്ങളെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാനായിട്ട്, വായനക്കാരുടെ ഉള്ളിലേക്ക് എത്തിക്കാനായിട്ട്, അതിനപ്പുറത്തേക്ക് ആഹ് അരുണേട്ടൻ ചെയ്തിട്ടുള്ളത് അത്തരത്തിലുള്ള മനുഷ്യരെ സമൂഹത്തില് അവരും നമ്മളോടൊപ്പം ജീവിക്കേണ്ടവരാണ്. അവർക്ക് എന്തൊക്കെയോ നേടിയെടുക്കാനുണ്ട്. അതൊക്കെ നേടിയെടുക്കണം. അതിനു വേണ്ടിയുള്ള ഒരു സമരമായിട്ട് തന്നെ അദ്ദേഹം ഈ ഒരു പുസ്തകത്തെ അതിലെഴുതിയിട്ടുള്ള ഓരോ വാക്കുകളെയും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 8 വർഷത്തോളം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ ഒരു യാത്രയുടെ ആ യാത്രയിലൂടെ അദ്ദേഹം അനുഭവിച്ചറിഞ്ഞ കാഴ്ചകള്, അനുഭവങ്ങള് ഒക്കെ ഉൾച്ചേരുന്നതാണ്. നമുക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ഞാൻ ഈ പുസ്തകം എടുത്ത് വായിച്ച് തുടങ്ങിയപ്പോ പലപ്പോഴും എൻ്റെ ഉള്ളിലൊരു ഭയവും അതുപോലെ തന്നെ പലപ്പോഴും പല വ്യക്തികളോടുള്ള വെറുപ്പും ദേഷ്യവും ഒക്കെ സമ്മിശ്രമായിട്ട് കടന്നു പോയിട്ടുണ്ട്. ഭയം മറ്റൊന്നും ആയിരുന്നില്ല. ഇദ്ദേഹം പലയിടങ്ങളിലേക്കും കാര്യങ്ങൾ അന്വേഷിച്ച് ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. ആ ഇറങ്ങിച്ചെല്ലുന്ന ഓരോ പാതയിലും ഒരുപാട് ഇരുട്ടിന്റെ മറവില് ഒരുപാട് കൊലക്കത്തികൾ ഇരിക്കുന്നത് പോലെയാണ്. എന്തും സംഭവിക്കാം എന്ന രീതിയിലേക്കായിരുന്നു. കാരണം വേറൊന്നുമല്ല, ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ തുറന്നു കാട്ടുവാനും അവിടുത്തെ സ്ത്രീ വിഭാഗങ്ങൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളെ തുറന്നു കാട്ടുവാനും ഒക്കെയാണ് അദ്ദേഹം പോയിരുന്നത്. അപ്പൊ പല ഇടങ്ങളിൽ പോയിട്ട് സംസാരിക്കുമ്പോൾ, പല വ്യക്തികളിലേക്ക് ഇറങ്ങുമ്പോൾ പലരും സംശയിച്ച് നിൽക്കുന്നുണ്ട്. പോലീസുകാരാണോ എന്നൊക്കെ സംശയിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംശയത്തിന്റെ മുൾമുനയിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ മറ്റു ചോദ്യവും ഒന്നും ഉണ്ടാവില്ല. അവിടെ അവർ വിധിക്കുന്നത് ചിലപ്പോൾ മരണമായിരിക്കാം. പക്ഷെ അതിനൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടും വളരെ ധൈര്യത്തോടു കൂടി അരുണേട്ടനും കൂട്ടരും കാര്യങ്ങൾ അന്വേഷിച്ചു പോകുന്ന ഒരു കാഴ്ച നമുക്ക് ഉടനീളം കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ ആ പേരിനോട് ചേർന്ന് തന്നെ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്: ആചാരങ്ങളുടെ പേരിൽ മാംസകമ്പോളത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ജീവിതങ്ങളിലൂടെ. തീർത്തും നമുക്ക് ഈ ഒരു പുസ്തകം പൂർണ്ണമായിട്ട് വായിച്ചെടുക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തന്നെയാണ്. അതായത് ആചാരങ്ങളുടെ പേരിൽ മാംസകമ്പോളത്തിലേക്ക് ഒരു പറ്റം ജീവിതങ്ങൾ, ഒരു പറ്റം സ്ത്രീകളെ വലിച്ചെറിയുകയാണ്. ആ ഉപശീർഷകം സൂചിപ്പിക്കുന്നതിലൂടെ തന്നെ നമുക്ക് ഇതിലെന്താണ്, എത്രത്തോളം തീക്ഷ്ണമായ, എത്രത്തോളം ക്രൂശിക്കപ്പെട്ട സ്ത്രീകളെയാണ് ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ദേവദാസി സമ്പ്രദായം നമ്മുടെ ഇന്നലകളിൽ ഇവിടെ നിലനിന്ന് പോന്നിരുന്നതാണ്. അതായത് ദേവന്മാരുടെ ദാസിയായിട്ടുള്ളവർക്ക് സമൂഹത്തിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനവും അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലേക്ക് എന്ത് കൊടുത്തിരുന്നു, വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ നിന്നും ആ ദേവദാസികൾ പിന്നീട് വെറും വേശ്യകളായിട്ട് മാറുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തില് തന്റെ സമൂഹം ആചാരം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആചാരത്തിന്റെ പേരിൽ എന്ന് പറഞ്ഞ് ഒരു പറ്റം കുട്ടികളെ, പെൺകുട്ടികളെ തന്നെ എന്ന് പറയാം, ഒരു പറ്റം പെൺകുട്ടികളെ ദേവദാസികളാക്കുകയും ആ ദേവദാസികളാക്കിയതിലൂടെ ചില മനുഷ്യരുടെ ആഗ്രഹങ്ങൾ തീർക്കാനായിട്ട്, കാമം തീർക്കാനായിട്ട് എന്തിനെ പറയാം, അതിനു വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുകയും ചെയ്യുന്ന, അങ്ങനെ ഉപയോഗിച്ച് ഏറ്റവും അവസാനം തെരുവുകളിലേക്ക് വെറും മാംസപിണ്ഡമായിട്ട് വലിച്ചെറിയുന്ന കാഴ്ച, അത് നമുക്ക് വായിച്ചെടുക്കുമ്പോ വളരെ വിഷമത്തോടു കൂടിയിട്ട് തന്നെ വായിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. അതായത് അവിശ്വസനീയമായ രീതിയിൽ ഒരു സത്യത്തെ ആവിഷ്കരിക്കുകയാണ്. നമുക്കിപ്പോഴും വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല നമ്മുടെ ചുറ്റിലും ഇത്തരത്തിൽ ഭീകരമായുള്ള അവസ്ഥകൾ പലരും നേരിടുന്നുണ്ടോ എന്നുള്ളത്. ഇന്നും പലപ്പോഴും പലയിടങ്ങളിലും ഇതിനപ്പുറത്തേക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായി. അപ്പൊ അവിടെയും ആചാരത്തെ
മുകളിലേക്ക് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് കാണാനായിട്ട് സാധിച്ചത്. ഇതിനെല്ലാം തുടക്കം എന്ന് പറയുന്നത്, ഈ ഒരു പുസ്തകം തന്നെ വരുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കം എന്ന് പറയുന്നത്, ഒരു ദിവസം ഒരു ന്യൂസ് ഡെസ്കിൽ വന്നൊരു ചർച്ചയായിരുന്നു. മംഗലാപുരത്ത് നിശാ നിരോധിച്ചു എന്നൊരു വാർത്ത. അത് ഏതൊരു മാധ്യമപ്രവർത്തക അതൊരു സാധാരണയായിട്ടൊരു വാർത്തയായിട്ട് പത്രത്തിലൊരു കോളത്തില് അതിനപ്പുറത്തേക്ക് ആ മംഗലാപുരത്തെ നിശാ ക്ലബ്ബുകൾ എല്ലാം ജീവിതങ്ങൾ വഴിമുട്ടി പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും അവരുടെ ജീവിതങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കാം എന്ന് ചിന്തിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ അതിന് പിന്നാലെ പോവുകയാണ്. അങ്ങനെ ഒരു യാത്ര തിരിക്കുകയും ഒരു അന്വേഷണം ഒരു യാത്ര ആയി മാറുകയും അങ്ങനെ കടന്ന് 8 വർഷത്തോളം നീണ്ട് അത് പോകുകയും ഏറ്റവും അവസാനം നമ്മുടെ നീതിപീഠത്തിന്റെ മുന്നിൽ ശക്തമായ ഒരു ഇടപെടൽ നടത്തിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു എന്നത് തന്നെയാണ്. നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും കേൾക്കുമ്പോൾ അതൊക്കെയും വെറും ഒരു കെട്ടുകഥകളായിട്ട്, കാരണം മറ്റൊന്നുമല്ല, നമുക്ക് അനുഭവിക്കാത്ത കാര്യങ്ങൾ നമുക്ക് എപ്പോഴും കഥയായിട്ട് മാത്രമേ ഭൂരിഭാഗം ആളുകളും ഉള്ളിലേക്ക് എടുക്കുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള കെട്ടുകഥകൾക്കിടയില്, അല്ലെങ്കിൽ കെട്ടുകഥകളാണെന്ന് തോന്നാമെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെയോ തലങ്ങൾ നൽകുന്ന, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് വിചാരിച്ചുകൊണ്ട് അരുണേട്ടൻ നടത്തിയൊരു യാത്ര, അത് അദ്ദേഹം വിചാരിച്ചതുപോലെ തന്നെ ആ ഒരു യാത്രയിൽ ഉടനീളം അദ്ദേഹം തിരഞ്ഞിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹം തേടിയിരുന്ന കാര്യങ്ങളെല്ലാം പുറം ലോകത്തേക്ക് എത്തിക്കുവാനും അതിലൂടെ ഒരുപാട് മാറ്റങ്ങൾക്ക് വഴിവെക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അദ്ദേഹം അവിടെ ആ സംസ്ഥാനങ്ങളുടെ ഭംഗിയെ അടയാളപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക്, അലങ്കാരങ്ങൾക്കപ്പുറത്തേക്ക്, അതിശയോക്തികൾക്കപ്പുറത്തേക്ക് സാധാരണക്കാരന്റെ ഭാഷയില് അവിടത്തെ അതിസാധാരണക്കാരായ മനുഷ്യരെ അടയാളപ്പെടുത്താനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ എപ്പോഴും ചരിത്രത്തില് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒരു വിഭാഗം ആളുകളെ അടിമകളാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അടിമത്തം അനുഭവിച്ചിട്ടുള്ള വിഭാഗം എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയായിരിക്കും. ഇതിലേക്ക് വായിച്ചു തുടങ്ങുമ്പോൾ മംഗലാപുരത്തേക്കുള്ള യാത്ര, അവിടുത്തെ നിശാ ക്ലബ്ബുകളിലേക്ക്, അവിടുത്തെ ബാറുകളിൽ ജോലി ചെയ്തിരുന്ന മനുഷ്യർ പിന്നീട് എന്ത് ചെയ്യുന്നു എന്നറിയാനുള്ള യാത്രകള്, അവിടേക്ക് എത്തിപ്പെടുമ്പോൾ തന്നെ ലൈംഗിക വൃത്തിയിലേക്ക് ഏർപ്പെട്ടിട്ടുള്ള ഒരു പറ്റം സ്ത്രീകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവരുമായിട്ട് സംസാരിക്കാനായിട്ട് അദ്ദേഹം ഒരു ഹോട്ടൽ മുറിയിലേക്ക് ഒരു ഓട്ടോക്കാരൻ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഒരു ഹോട്ടൽ മുറിയിൽ 15 മിനിറ്റിന് 700 രൂപ എന്ന രീതിയിലേക്കാണ് ആ ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് അദ്ദേഹം കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവിടേക്ക് കയറി പോകുന്നു. അങ്ങനെ പോയി അവിടെ എത്തി ആ സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നു. അപ്പൊ ആ സ്ത്രീ പറയുന്നുണ്ട്, 700 രൂപയിൽ 500 രൂപ മറ്റോ ഈ ഹോട്ടൽ ഉടമകാരും മറ്റും എടുക്കും, ബാക്കി 200 മാത്രമേ ഞങ്ങൾക്ക് കിട്ടൂ എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും അദ്ദേഹം ആ സ്ത്രീയോട് പലതും ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ദേവദാസ് ഈ ഒരു രീതിയിലേക്ക് കടന്നു വരാനുള്ള കാരണം എന്ത്? അങ്ങനെ അവിടെ നിന്നുള്ള ചോദ്യങ്ങളാണ് എനിക്ക് മനസ്സിലായിടത്തോളം അദ്ദേഹം ചോദിച്ച ഓരോ ചോദ്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ യാത്രയുടെ തുടക്കം സൃഷ്ടിക്കുകയും ആ യാത്ര മുന്നോട്ട് പോകുന്നതിന് അദ്ദേഹത്തിന് വഴിയായിട്ട് മാറിയിട്ടുള്ളത്. അങ്ങനെയാണ് ദൈവത്തിന്റെ ദാസിയാകാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ട, കൊതിച്ചു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, വിധിക്കപ്പെട്ട ഒരു പറ്റം പെൺകുട്ടികള് കാണാനായിട്ട് ഇടവരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ യാത്രകൾ തിരിച്ച് പല സംസ്ഥാനങ്ങളിലേക്കും കടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഉച്ചിങ്കി മലയിലേക്ക് അവിടേക്ക് അദ്ദേഹം കടന്നു ചെല്ലുന്നത്. ഉച്ചിങ്കി മലയിലേക്ക് എത്തുമ്പോ അദ്ദേഹം അവിടെ കാണുന്നത്, അവിടെ അമ്പലത്തിലേക്ക്, അതായത്
മാഘപൗർണമി ദിവസം അവിടെ ദേവദാസികളെ ആ ആ അമ്പലത്തിൽ വെച്ചിട്ട് ദേവദാസികളാക്കി മാറ്റുന്ന ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. സാധാരണമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അദ്ദേഹവും കൂട്ടുകാരും ഒക്കെ അവിടേക്ക് പോകാണ്, എന്താണെന്ന് അറിയണം. അപ്പോ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു സമൂഹത്തില് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അന്ന് പെൺകുട്ടികള്, അതായത് ഭ്രൂണഹത്യകളൊക്കെയും ഒരുപാട് നടന്നിരുന്ന പോലെ തന്നെ പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുടുംബത്തിന് തന്നെ ഭാരമായിട്ട് കണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു. അത് സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ മാത്രമല്ല എന്ന് പറയുന്നുണ്ട്. എത്രത്തോളം പണമുള്ള ഒരു ആളാണെങ്കിൽ പോലും അവരുടെ കുടുംബത്തിലും അതൊരു വലിയൊരു ഭാരമായിട്ട് കണ്ടിരുന്ന ഒരു അവസ്ഥയില്ല. അപ്പോ അങ്ങനെ ആ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യര്, ആ സ്ത്രീകള് അല്ല പെൺകുട്ടികള്, അവര് വയസ്സറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ദേവദാസികളാക്കി മാറ്റും. അതായത് കല്യാണം കഴിച്ചു വിടാനോ മറ്റൊന്നും പണമില്ലാത്ത ഒരു അവസ്ഥ വരാ, ഒന്നും ഇല്ലാതെയാകുമ്പോൾ അവരെ ദേവദാസികളാക്കിയിട്ട് മാറ്റാം, ദൈവത്തിന്റെ ദാസികളാക്കിയിട്ട് മാറ്റാം. അങ്ങനെ ഓരോരുത്തരും സ്വയം തിരിച്ചറിഞ്ഞും സ്വയം മനസ്സിലാക്കിയും അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനും ആയി മാറുന്നതും ഒപ്പം തന്നെ സമൂഹം ആക്കി മാറ്റുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനിതിൽ വായിക്കുമ്പോ പലപ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉടക്കിയ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ചില പ്രമാണികള് ചില പെൺകുട്ടികളെയും ചില സ്ത്രീകളെയൊക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരിക്കും, കണ്ടു മോഹിച്ചിട്ടുണ്ടായിരിക്കും. അവര് ദേവദാസികളാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ ആഗ്രഹങ്ങള്, ഈ പ്രമാണികളുടെ ആഗ്രഹങ്ങള് നേടിയെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ട് ഇത് കണ്ടിട്ടുണ്ട്. ഈ ഓരോ കുട്ടികളും ഓരോ കുടുംബവും ഈ ദേവദാസി എന്ന് പറയുന്ന രീതിയിലേക്ക് പോയി അവിടെ നിന്ന് ലൈംഗിക തൊഴിലുകളിലേക്ക് മാറിപ്പോകുന്നത് എല്ലാത്തിന്റെയും പ്രധാനപ്പെട്ട കാതൽ അല്ലെങ്കിൽ കാരണം എന്ന് പറയുന്നത് വിശപ്പായിരുന്നു. വിശപ്പ് എന്നതിന് മുമ്പിൽ അവർ ശരീരത്തിന് വില കൽപ്പിച്ചിരുന്നില്ല എന്നാണ്. പണം, ഭക്ഷണം എന്നതിന് മാത്രം പ്രാധാന്യം കൽപ്പിച്ച് അവരവിടെ നിൽക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പൊ അങ്ങനെ ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് വേണ്ട പുഷ്പങ്ങൾ പറിച്ചു നൽകാനും അവിടെ ഭിക്ഷയെടുക്കാനും ഒക്കെയാണ് ഈ ദേവദാസികള് ഉണ്ടായിരുന്നത്. അപ്പൊ അവര് അമ്പലത്തിനോട് ചേർന്നിട്ട് പുരകളൊക്കെ കെട്ടി താമസിച്ചിരുന്നു. അതിനെ വേശ്യാഗ്രഹങ്ങൾ എന്ന് തന്നെ വിളിക്കേണ്ടിയിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, അവിടെ നടന്നിരുന്നതായിരുന്നു. അവിടേക്ക് അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് വരുന്ന ആളുകള് ഇവരിൽ ആകൃഷ്ടരായി അവരെ വെച്ച് പൊറുപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഒരുപാട് കാലം ഒരാളുടെ കീഴിൽ കിടന്ന് ആ പ്രമാണിക്ക് പിന്നീട് അവളെ മടുക്കുമ്പോ വേറൊരു പെൺകുട്ടിയിൽ അല്ലെങ്കിൽ വേറൊരു ദേവദാസിയിൽ കാമം തോന്നുമ്പോ ഉടനെ തന്നെ അവളെ പിടിച്ചവിടെ നിന്ന് വലിച്ച് പുറത്തേക്ക് ഇടാണ്. പിന്നീട് അവരെത്തുന്നത് തെരുവോരങ്ങളിലേക്കാണ്. ആ തെരുവിൽ കിടന്നിട്ടാണ് പിന്നീട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് തന്നെയാണ് അവരെ വേശ്യകളാക്കി തീർക്കുന്നതെന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ ഇതില് അദ്ദേഹം ഉച്ചങ്കിയിലേക്ക് പോകുമ്പോ മല കയറുന്നതിന് മുമ്പും മറ്റുമെല്ലാം അവിടെ കാണുന്ന കാഴ്ചകളെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതില് ഒരുപാട് കൂട്ടം മനുഷ്യര് ഇങ്ങനെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ജാഗന്മാര് ഒക്കെ ഉണ്ട് അതിൽ കുറെ പെൺകുട്ടികളെ അണിയിച്ചൊരുക്കി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, താലവും പഴങ്ങളും മറ്റും കൊണ്ടു. ഈ ഓരോ പെൺകുട്ടികളും ദേവദാസികളാക്കാനായിട്ട് വിധിക്കപ്പെട്ടവരാണ്. വിധിക്കപ്പെട്ടവരെന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഞാൻ മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രമാണികള് സമൂഹത്തിലെ സവർണ കുലത്തിൽപ്പെട്ട പലരും പല പെൺകുട്ടികളെയും കണ്ട് മോഹിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അവരെങ്ങനെയെങ്കിലും സ്വന്തമാക്കണം, അവരുടെ ആഗ്രഹത്തിന് കീഴ്പ്പെടുത്തണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവര് നമ്മുടെ ഇവിടേക്കുള്ള പോലെ തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ മറ്റുമെല്ലാം ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്ന കോമരങ്ങൾ പോലെ അവിടെയും ഉണ്ട് അത്തരത്തിലുള്ള വിഭാഗക്കാർ. അവരെ കൊണ്ട് ഉറഞ്ഞു തുള്ളിച്ച് ഈ കുട്ടിയെ ദേവദാസിയാക്കണം എന്ന് പറയിക്കുകയാണ്. അപ്പൊ അതിനും തയ്യാറാകാതാകുമ്പോൾ എന്തെങ്കിലും രോഗമോ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവരതും എന്താക്കി മാറ്റും, ഇതിനു വേണ്ടിയുള്ള ഒരു മാർഗമാക്കിയിട്ട് മാറ്റും. ഒരു കുട്ടിക്ക് വയ്യായിക വന്നപ്പോ പറഞ്ഞു, ദേവി കോപിച്ചതാണ് ഇവിടെ ദേവദാസിയാക്കാത്തതിൽ എന്ന് പറയുന്നുണ്ട്.
ഇനി ഈ കോപം ഈ കുലത്തെ മുഴുവൻ മുടിക്കും, അല്ലെങ്കിൽ സമൂഹത്തിനെ മുഴുവൻ ഇല്ലാതെയാക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർത്ത് നിന്ന പലരും അതിന് അനുയോജ്യമായിട്ട് അല്ലെങ്കിൽ ചിന്തിക്കുകയും അവളെ ദേവദാസിയാകാനായിട്ട് നിർബന്ധിക്കുകയുമാണ് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രതിരോധിച്ച് അല്ലെങ്കിൽ അവിടെ നിന്ന് ഓരോരുത്തരുടെയും ജീവിതങ്ങൾ കണ്ട് പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുന്ന സ്ത്രീകൾ കുറവായിരുന്നു. കാരണം വേറെ ഒന്നല്ല, അവർക്ക് വീടുകളിൽ ഇടമുണ്ടായിരുന്നില്ല, വേറൊരു സ്ഥലത്തും അവർക്ക് ഇടമുണ്ടായിരുന്നില്ല. അവർ പൂർണ്ണമായിട്ടും അവർ ഉപേക്ഷിക്കപ്പെട്ട ഒരു വർഗമായിട്ട് മാറി. സ്വാഭാവികമായിട്ട് അവർക്ക് ജീവിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ലൈംഗിക തൊഴിലാളികളായിട്ട് മാറേണ്ട ഒരു അവസ്ഥ വരികയാണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതങ്ങൾ അങ്ങനെ ഉഴലപ്പെടുകയാണ് ചെയ്തത്. അപ്പോ അത് വായിച്ച് ഉച്ചിങ്കിമലയിലെ കറുത്ത പൗർണമികൾ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം വായിച്ചു കൊണ്ടിരുന്നപ്പോ എന്റെ മനസ്സിൽ തട്ടിയൊന്നായിരുന്നു, ആ തിടുക്കത്തിലും സൂര്യകാന്തി പൂക്കൾ എന്റെ കണ്ണുകളെ പിടിച്ചു നിർത്തി. അദ്ദേഹം ഒരു സൂര്യകാന്തി തോട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ സൂര്യകാന്തി തോട്ടങ്ങളൊക്കെയും കടന്നിട്ടാണ് ഒരുപാട് പെൺകുട്ടികൾ ഈ ദേവദാസികളാകാനായിട്ട് മുകളിലേക്ക് പോകുന്നത്. ഒരുപാട് ആഗ്രഹങ്ങള്, ഒരുപാട്, അതായത് കൗമാരത്തിന്റെ സന്തോഷങ്ങള് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കേണ്ട നേരം, അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള നേരം. ആ ഒരു നേരത്താണ് ഇത്തരത്തിലുള്ള കുട്ടികളെല്ലാം എന്തായിട്ട് മാറും, ദേവദാസികളായിട്ട് മാറുന്നത്. അവിടെ ഒരു തടയണ സൃഷ്ടിക്കപ്പെട്ടാണ് അവരില്. അപ്പോ അദ്ദേഹം പലപ്പോഴും ഇങ്ങനെ സൂര്യകാന്തി പൂക്കൾ, സൂര്യകാന്തി പാടം എന്നൊക്കെ പറയുന്നു. അതിനാ ഏറ്റവും അവസാനമായിട്ട് ആ ഒരു ഭാഗത്ത് പറയുകയാണ്, ആ തിടുക്കത്തിലും സൂര്യകാന്തി പൂക്കളിന്റെ കണ്ണുകളെ പിടിച്ചു നിർത്തി എന്ന് പറയുന്നത്. അത് വായിച്ചപ്പോൾ ആ സൂര്യകാന്തി പൂക്കൾ എന്ന് പറയുന്നത് ആ പെൺകുട്ടികളാകാം എന്നാണ് ഞാൻ കരുതുന്നത്. ആ പെൺകുട്ടികളിലേക്ക്, ആ പെൺകുട്ടികളുടെ മുഖമായിട്ട് ആ സൂര്യകാന്തി പൂക്കളുടെ മുഖം ഞാൻ വായിച്ചെടുത്തു എന്നതായിരുന്നു അവിടെ കണ്ടത്. പിന്നെ അതുപോലെ തന്നെ വായിച്ചു പോകുമ്പോ പലപ്പോഴും നമുക്ക് പല ഭാഗങ്ങളിലായിട്ട് നമ്മളില് ഇങ്ങനെ എടുത്ത് പറയത്തക്ക രീതിയിലേക്ക് നിന്ന ചില ഭാഗങ്ങൾ കൂടിയിട്ടുണ്ട്. ഇങ്ങനെ പറയുന്നുണ്ട്, അതേ ഉച്ചങ്കിമലയിലെ കറുത്ത പൗർണമികൾ എന്നതിൽ തന്നെ പറയുന്നതാണ്, ആ പൗർണമിക്ക് ശേഷം പിന്നീടുള്ള ദിവസങ്ങളെല്ലാം അമാവാസികളായി ഇരുന്നിരിക്കണം ഈ ജീവിതങ്ങൾക്ക്. ഓരോ പൗർണമിയും ജീവിതത്തിന്റെ ഇരുട്ടിനെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കും ഇവർക്ക്. അതായത് പൗർണമി ദിനത്തിലാണ് ഈ ദേവദാസി സമ്പ്രദായം മറ്റുമെല്ലാം അവിടെ കൊണ്ടാടിയിരുന്നത്. മേഘ പൗർണമി ദിനത്തിലാണ്. അപ്പോ ആ ദിനം, പൗർണമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ആ ഒരു ദിവസത്തില് അത്രത്തോളം പ്രകാശിതമായിട്ട് ചന്ദ്രൻ അത്രത്തോളം ഉദിച്ച് അത്രത്തോളം തീവ്രതയിൽ ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ അടയാളപ്പെടുത്തിയത് ഇങ്ങനെയാണ്, ആ പൗർണമിക്ക് ശേഷം പിന്നീടുള്ള ദിവസങ്ങളെല്ലാം അമാവാസികളായിരുന്നിരിക്കും ഈ ജീവിതങ്ങൾക്ക്. അതായത് ആ മനുഷ്യർക്ക്, ആ സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തില് അവരുടെ ഏറ്റവും അവസാനത്തെ പൗർണമിയായിരുന്നു ആ ഒരു മാഘ പൗർണമി ദിവസം. അതിനുശേഷം അവർ അനുഭവിച്ചിരുന്നത് മുഴുവൻ എന്തായിരിക്കാം, അമാവാസികളായിരുന്നു. ഇരുളിട്ട ഇടങ്ങളായി മാറിയവർ എന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ അമാവാസിയുടെ ഇരുട്ട് ജീവിതത്തിലേക്ക് പകർന്നു നൽകാനാകുമോ എന്ന് ചോദിക്കുന്നു. അതായത് ഒരുപാട് പെൺകുട്ടികൾ ഇത്തരത്തില് ജീവിതത്തില് ഇരുട്ട് മാത്രം സമ്പാദിച്ച് ചെറുപ്രായത്തിൽ തന്നെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയും കണ്ടിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് അദ്ദേഹം ഇങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ, പലരുമായിട്ട് സംസാരിക്കുമ്പോൾ പലരും പറയുന്നുണ്ട്, ഇവിടെ ദേവദാസിയാക്കുന്നതൊന്നും ഇപ്പൊ ഇല്ല, സർക്കാർ അതിനെല്ലാം എന്ത് ചെയ്തു, കർശനമായിട്ട് നിരോധിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിരോധിച്ചു എന്ന് പറയുമ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും വീടുകളിലും മറ്റുമല്ല ഇത് നടക്കുന്നതിനെ പറ്റി അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ അദ്ദേഹത്തിന് തന്നെ പലപ്പോഴും പല പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പക്ഷം ചേർന്നിട്ടുള്ള ഒരു രീതിയൊന്നും തന്നെ അരുണേട്ടൻ ഇതില് ഉപയോഗിക്കാതെ പുസ്തകത്തിൽ ഉടനീളം രാഷ്ട്രീയ താല്പര്യങ്ങളോ അതുപോലെ തന്നെ ഒരു പക്ഷം ചേരലോ ഒന്നുമില്ലാതെ പറയേണ്ട കാര്യങ്ങളെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ ദേവദാസികളായിട്ട് മാറുന്ന ഒരു
പറ്റം സ്ത്രീകള് അവരനുഭവിക്കുന്ന വേദനകളൊക്കെയും ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതില് എങ്ങനെയാണ് ഭക്തി, അല്ലെങ്കിൽ ഭക്തി ഒരാളെ, അല്ലെങ്കിൽ അതിന്റെ ഭക്തി ഒരാളെ എങ്ങനെയാണ് അന്ധനാക്കി മാറ്റുക, അല്ല അന്ധമായിട്ട് ആക്കി മാറ്റുന്നത് എന്നതിനെ ഒരു തെളിവായിട്ട് ഇവിടെ ഒരു കാര്യം വായിച്ചപ്പോൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഭക്തിയുടെ പാരമ്യത്തിൽ എല്ലാം മറന്ന് ജോഗമ്മമാർ ആ ചെളിയിലേക്ക് ഇറങ്ങുന്നു. ചിലരുടെ സാരികളിൽ ചെളി പറ്റി പിടിച്ചിട്ടുണ്ട്. എന്നിട്ടും അതൊന്നും അറിയാതെ ഉദാവിളികളുടെ ലഹരിയിൽ മല കയറി ഓടുകയാണവർ. ഈ ചെളിക്കുളത്തിൽ കുളിച്ച് വൃത്തിയാകുന്നവരുടെ ഗതികേടിനെ കുറിച്ചായിരുന്നു എന്റെ ചിന്ത. അതായത് ആ ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുമ്പ് പണ്ട് കാലഘട്ടത്തിൽ അവിടെ ഒരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിൽ കയറി കുളിച്ച് ശുദ്ധി പ്രാപിച്ചിട്ടാണ് എല്ലാവരും കയറി പോയിരുന്നത്. എന്നിട്ട് ഇതിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, ഇന്ന് ആ കുളം ചുരുങ്ങി 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 വെള്ളമില്ലാതെ ഒരു ചെളി ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ എന്നാലും പിന്തുടർന്നു പോകുന്ന ആ ഒരു ആചാരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് അവരതിലേക്ക് ഇറങ്ങാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഭക്തി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഓരോരുത്തരെയും അന്ധരാക്കി മാറ്റുന്നത്. അപ്പൊ ആ ഭക്തിയുടെ പിന്നിൽ കിടന്നുകൊണ്ട് ആ സ്ത്രീകള്, ജോഗമ്മമാര്, ഇതിന് തലമൂത്ത ദേവദാസികള്, അവര് അതിലേക്ക് കടക്കാണ്. ആ വെള്ളമല്ല ചെളിയാണെന്ന് അറിഞ്ഞിട്ടോ അറിയാതെയോ എന്തെന്നറിയില്ല, അവരതിൽ മുങ്ങിത്താഴുന്നു. അങ്ങനെ ആ ചെളി വാരിപ്പൂശിയവർ എന്താകുന്നു, തങ്ങൾ ശുദ്ധരെന്ന് കരുതി അവർ മുകളിലേക്ക് പോകും. അപ്പോ ആ ഒരു ഗതികേടിനെ കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ട് അദ്ദേഹം സമയം കണ്ടെത്തുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് BJP-യുടെയും സംഘപരിവാറിന്റെയും ഒക്കെ കടന്നുകയറ്റവും ജാതിയുടെ പേരിലും പിന്നെ അതുപോലെ തന്നെ മതത്തിന്റെ പേരിലൊക്കെയുള്ള നെറികേടുകളൊക്കെ നമുക്ക് അവിടെ കാണുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഒരു പാസ്റ്റർ കടന്നു വരുന്നുണ്ട്. ആ പാസ്റ്റർ അദ്ദേഹത്തിനെ അന്വേഷിച്ചിട്ട് അദ്ദേഹം പോകുന്നുണ്ട്. അപ്പൊ പാസ്റ്ററിന്റെ വീട്ടിലേക്ക് എത്തുമ്പോ പാസ്റ്ററെ ആണെങ്കിൽ ഒരുപാട് ആളുകള് ദ്രോഹിക്കുകയും അവരുടെ വീടിന് കല്ലെറിയുകയും അങ്ങനെ ഒരുപാട് കൊലഭീഷണികളൊക്കെ ചെയ്യുന്നതാണ്. ഇവരവിടേക്ക് എത്തുന്നുണ്ട്. അപ്പൊ പത്രപ്രവർത്തകരാണ്, കേരളത്തിൽ നിന്നുള്ളവരാണെന്നൊക്കെ പറയുമ്പോ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിലൂടെ അദ്ദേഹം മനസ്സിലാക്കാണ്, പാസ്റ്റർ ഇത്തരത്തിലുള്ള ദേവദാസികളെ എന്താക്കാൻ, അവരുടെ ജീവിതത്തിൽ നിന്നും അവരെ ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും ഒക്കെ മാറ്റി സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് പ്രവർത്തിക്കുന്നു എന്ന രീതിയിലേക്കാണ് പാസ്റ്ററോട് അടയാളപ്പെടുത്തുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ അടയാളപ്പെടുത്തുമ്പോഴും ആ പാസ്റ്റർ അതിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെയോ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരു കാര്യം കൂടി നമ്മുടെ എഴുത്തുകാരന് മനസ്സിലാവുന്നുണ്ട്. അതായത് പാസ്റ്റർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പാസ്റ്റർക്ക് എന്താ ജോഗമ്മമാരെ രക്ഷിച്ചിട്ട് കിട്ടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ പാസ്റ്റർക്ക് അവിടെ കിട്ടിയത്, അദ്ദേഹം വിശപ്പിനെ മുന്നോട്ട് വെച്ചുകൊണ്ട്, അതായത് ഇദ്ദേഹം ഇത്ര മാത്രമേ ചെയ്തിരുന്നുള്ളൂ, ഈ ജോഗമ്മമാർക്ക്, അതായത് ഈ ദേവദാസികളായിട്ട് ഇങ്ങനെ വലിച്ചെറിയപ്പെട്ട ആ സ്ത്രീകൾക്ക് ഭക്ഷണവും പണവും ഒക്കെ കൊണ്ടുകൊടുക്കും. ഞാൻ മുമ്പേ പറയുന്ന പോലെ തന്നെ വിശപ്പ് എന്ന് പറയുന്നതായിരുന്നു എല്ലാവർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നത്. എല്ലാവർക്കും അതിനായിരുന്നു പ്രാധാന്യം കൽപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വിശക്കുമ്പോ ഭക്ഷണം കൊണ്ടുവരുന്ന മനുഷ്യൻ പറയുന്നതിലേക്ക് തിരിയുന്നൊരവസ്ഥ. ഭക്ഷണം മാത്രമല്ല, ഒപ്പം ബൈബിളും മറ്റുമെല്ലാം കൊടുക്കാനായിട്ട് തുടങ്ങും. സ്വാഭാവികമായിട്ടും അവിടെ ഒരു മതപരിവർത്തനം നടത്തുന്ന ഒരു അവസ്ഥയും വരുന്നുണ്ട്. അപ്പോ അവിടെ പാസ്റ്റർ ഇവരെ സഹായിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെതായ രീതിയിലേക്ക് ഒരുവിധം സ്ത്രീകളെയൊക്കെ എന്താണ്, മതം മാറ്റുക കൂടിയാണ് ചെയ്തത്. ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു പോകുന്നത്. അതും ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. നമുക്ക് കാണാം, സമൂഹത്തിന്റെ സഹായിക്കാനായിട്ട് എത്തിപ്പെടുകയും എന്നിട്ട് ഒരു പറ്റം മനുഷ്യരെ പറ്റിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കി തീർക്കുകയും ചെയ്തൊരവസ്ഥ. അങ്ങനെ പാസ്റ്റർ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു പരിപാടി അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നതായിട്ട് അദ്ദേഹം ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പെൺകുട്ടികളെ ദേവദാസിയാക്കുന്നത് തടയാൻ ശ്രമിക്കാത്ത പാസ്റ്റർ അവരുടെ ദാരിദ്ര്യത്തെ മറ്റൊരു വിധത്തിൽ ചൂഷണം ചെയ്യുകയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഉച്ചങ്കിമലയിലെ കറുത്ത പൗർണമികൾ എന്ന് പറയുന്ന അധ്യായത്തില്
അരുണേട്ടൻ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്: ദാരിദ്ര്യം പിടിമുറുക്കിയ ഇടങ്ങളിൽ കഞ്ഞിയും കപ്പയും ഒപ്പം പൂജിക്കാൻ യേശു ക്രിസ്തുവിന്റെ പടവും നൽകി വിശ്വാസികളുടെ എണ്ണം പെരുപ്പിക്കുന്നവരെല്ലാം പറയുന്ന ന്യായം മാത്രമായിരുന്നു പാസ്റ്ററുടെ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന പരിപാടിയാണ് പാസ്റ്റർ കാണിച്ചത് എന്ന് നിസ്സംശയം അവിടെ പറഞ്ഞത്. അങ്ങനെ ഒരുപാട് മനുഷ്യർ അവിടെ നിന്ന് പിന്നീട് യാത്ര തുടർന്ന് ഹർപ്പനഹള്ളിയിലേക്ക് കടക്കുകയുണ്ട്. അവിടെ ദേവദാസി വിമോചന മുന്നണിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള TV രേണുകയെ കാണുന്നുണ്ട്. പിന്നീട് അങ്ങനെ അവരുടെ ജീവിത യാത്രകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവരുടെ ജീവിതത്തിലും വിശപ്പ് എന്ന് പറയാൻ തന്നെയാണ് ഭൂരിഭാഗം സ്ത്രീകളെയും വേശ്യാവൃത്തിയിലേക്ക് എത്തിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. സമൂഹം ദേവദാസികളായിട്ട് അങ്ങോട്ട് തള്ളിവിടുന്ന ആ സ്ത്രീകളെല്ലാവരും അമ്പലത്തിനോട് ചേർന്നുള്ള പുരകളിലാണ് താമസിച്ചിരുന്നത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്ന അമ്പലത്തിനോട് ചേർന്നുള്ള പുരകൾ ഉണ്ടായിരുന്നു. ആ പുരകൾ വേശ്യാപണി നടക്കുന്ന പുരകളായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോ അദ്ദേഹം പറയാണ്, അമ്പലത്തിനോട് ചേർന്നുള്ള പുരകളിൽ എത്രയോ പെൺകുട്ടികളുടെ നിലവിളികളാണ് പുറത്തു വരാതെ കുടുങ്ങിക്കിടക്കുന്നതെന്ന്. അതായത് ഒരുപാട് പെൺകുട്ടികൾ ഇഷ്ടമില്ലാ മനസ്സോട് കൂടിയിട്ട് അവിടെ വിശപ്പ് അകറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമായിട്ട് അമ്പലത്തിനോട് ചേർന്നുള്ള ആ പുരകളിൽ അവിടെ കിടന്നു എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്. അങ്ങനെ കടന്നുപോയി ഉജ്ജയിനിയിലെ ദേവദാസികളുടെ ചരിത്രം ചർച്ച ചെയ്യുന്നുണ്ട്. ഉജ്ജയിനിയിലെ ദേവദാസികളുടെ ചരിത്രത്തില് സുനീത എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ കഥ പറയുന്നുണ്ട്. ഒരു കാലഘട്ടത്തില് ഒരു നഗരത്തെ തന്നെ, അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ തന്നെ, ഒരു തെരുവിനെ തന്നെ നിയന്ത്രിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു സുനീത. ആ സുനീത പിന്നീട് മാനസിക നില തെറ്റി ഓടവെള്ളത്തിലുള്ള അവശിഷ്ടങ്ങൾ എടുത്ത് വിശപ്പ് അകറ്റുന്ന കഴിച്ച് വിശപ്പ് അകറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്താണ്. അപ്പോ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അവിടെ ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്: സ്വന്തം മനസ്സുൾപ്പെടെ സർവ്വതും നഷ്ടമായിട്ടും കയ്യിൽ കിട്ടുന്ന നാണയത്തുട്ടുകൾ പോലും മറ്റുള്ളവർക്ക് കനിഞ്ഞു നൽകുന്ന ഉജ്ജയിനിയിലെ ചക്രവർത്തിനി വിക്രമാദിത്യന്റെയും ഭോജരാജിന്റെയും മഹാസാമ്രാജ്യം നിനക്ക് കരുതി വെച്ചത് ഈ ഓടവെള്ളത്തിലെ അവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു. അങ്ങനൊരു ചോദ്യം അദ്ദേഹം അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോ ഇത്തരത്തില് ജീവിക്കാൻ മറക്കുന്ന ഒരുപാട് സ്ത്രീകളെ നമുക്ക് വീണ്ടും വീണ്ടും ഓരോ ഭാഗങ്ങളിലേക്ക് അന്വേഷിച്ചു പോകുന്നതിലൂടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നിയമപരമായിട്ട് ഇല്ലാതാക്കിയ, നിരോധിക്കപ്പെട്ട ഒന്നായിരുന്നു ദേവദാസി സമ്പ്രദായം എന്ന് പറയുമ്പോഴും എത്രത്തോളം ഇത് നിയമപരമായിട്ട് ഇല്ലാതാക്കി എന്ന് പറയുമ്പോഴും അവിടെയൊക്കെയും ഒളിഞ്ഞും തെളിഞ്ഞും ദേവദാസി സമ്പ്രദായത്തെ അനുകൂലിക്കുന്ന മനുഷ്യരായിരുന്നു പലരും എന്ന് കാണാം. അതില് ഒരാളോട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ, ഒരു ദേവദാസിയോട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഒരു സ്ത്രീ പറയുന്നുണ്ട്: ഞങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ സാർ ബാക്കിയുള്ള സ്ത്രീകൾ സമാധാനത്തോടെ പുറത്തിറങ്ങി നടക്കുന്നത്. അതായത് സ്വന്തം ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകണമെന്ന് വിചാരിക്കുന്ന ഒരു ലൈംഗിക തൊഴിലാളിയായിട്ടുള്ള സ്ത്രീയാണ്. ആ സ്ത്രീയുടെ വാക്കുകളിൽ ഉണ്ടാകുന്ന ഒരു നിസ്സഹായാവസ്ഥയെ നമുക്കതിൽ കാണാം. ഒരുപാട് സ്വപ്നങ്ങൾ പേറി ജീവിക്കുന്നതാണ്. നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതുപോലെ തന്നെ അവർക്കും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ സമൂഹം അവരെ ആ സ്വപ്നങ്ങളൊന്നും നേടിയെടുക്കാൻ ആ ഒരു വഴിയിലേക്ക് എത്തിക്കാതെ സമൂഹം അവരെ എല്ലാം എവിടെയൊക്കെയോ കുരുക്കിയിട്ടതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ പ്രതീക്ഷകളൊക്കെ മങ്ങി നിരാശകൾ മാത്രം പരന്ന് പോകുന്ന ഒരുപാട് പെൺജീവിതങ്ങളെ അദ്ദേഹം ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്.
ഇന്ത്യയില് എവിടേക്ക് ഇറങ്ങി ചെന്നാലും ഇത്തരത്തിലുള്ള സ്ത്രീകൾ നമുക്കറിയാം. ഇപ്പൊ കേരളത്തിലാണെങ്കിലും പലയിടങ്ങളിലും നമുക്ക് ലൈംഗിക തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾ നമുക്ക് കാണാം. ചിലപ്പോ അവരുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിയാലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതൊക്കെയും സ്വാഭാവികമായിട്ട് നമ്മുടെ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് കാണാം. സ്വാഭാവികമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സമൂഹമാണെങ്കിലും അവിടെയെല്ലാം അത് ഉണ്ട് എന്നാണ് സത്യം. പലരും കാണുകയും കണ്ടു കഴിഞ്ഞാലും കാണാത്ത രീതിയിലേക്ക് മാറുകയും കേൾക്കാത്ത രീതിയിലേക്ക് ചെവികൾ അടച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ എന്നതിനാണ്. പിന്നെ ഇത് വായിക്കുമ്പോ ദേവദാസ സമ്പ്രദായത്തെ നിരോധിച്ചെങ്കിൽ പോലും പലയിടങ്ങളിലും ഇരുട്ടിന്റെ മറവിൽ വീടുകളിലും ഒക്കെ ദേവദാസ സമ്പ്രദായം നടക്കുന്നുണ്ടെന്ന് പരാമർശിച്ചിരുന്നു. അവിടെയും സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഒരു പോലീസുകാരൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതിന്റെ ഇടയിൽ. ആ പോലീസുകാരൻ പറയുന്നുണ്ട്, എന്റെ പേര് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരാൾ അനങ്ങില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാനാണ് ഇവിടുത്തെ ഉന്നതനായിട്ടുള്ള പോലീസുകാരൻ എന്ന് അറിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു മാഘ പൗർണമിക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്നൊക്കെയും അദ്ദേഹം വീരവാദം അടിച്ചു പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ ദേവദാസികളാക്കി മാറ്റുന്നത് അദ്ദേഹത്തിന് കീഴിലായിരുന്നു. അല്ല, അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു ഏരിയയിലായിരുന്നു, പ്രദേശത്തായിരുന്നു കാണാം. സർക്കാർ പലപ്പോഴും ഒന്നും മിണ്ടാതെ ശബ്ദം അടക്കി വെച്ച് കാര്യങ്ങളെ കാണുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കാണുന്നില്ല എന്ന് പറയാം. കാരണം വേറൊന്നുമല്ല, മതങ്ങളെയും ആചാരങ്ങളെയും ഒന്നും തൊട്ട് കളിക്കാനായിട്ട് പലരും ശ്രമിച്ചിരുന്നില്ല എന്നാണ്. അത് ഇന്നും അങ്ങനെ തന്നെയാണല്ലോ. മതത്തിന്റെയും ജാതിയുടെയും പേരില് വിലസുന്ന രാഷ്ട്രീയ പാർട്ടികളാണല്ലോ നമുക്ക് ചുറ്റിലും. രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് നമുക്ക് ചുറ്റിലും ഇന്നും ഉടലെടുത്തുകൊണ്ടിരിക്കുന്നതും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു നിഴല് നമുക്ക് അവിടെയും നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. നമുക്ക് അങ്ങനെ തുടർന്ന് പോകും. നിതിൻ, നമുക്കൊന്ന് ചുരുക്കാം. അരുൺ കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ സാറേ. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പുസ്തകം കാണിച്ചിരുന്നത്. അപ്പൊ പുസ്തകത്തിന് നമുക്കൊന്ന് സമയത്തിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, ഇന്നും പലയിടങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ് വലിയ സത്യം. ആ സത്യത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന തെറ്റ്. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അവസാനിക്കുന്നില്ല കാഴ്ചകൾ, ഇനിയും കാണാനുണ്ട്, ഇനിയും അറിയാനുണ്ട്, അതിലേറെ നമ്മൾ ഇനിയും ഒരുപാട് മാറാനുണ്ട്. അത് തന്നെയാണ് എനിക്കും പറയുവാനുള്ളത്. നമ്മൾ കണ്ടതൊന്നും കാഴ്ചകളല്ല, നമ്മൾ അനുഭവിച്ചതൊന്നും അനുഭവങ്ങളല്ല. അതിനപ്പുറത്തേക്ക് ഒരുപാട് ജീവിതങ്ങൾ ഇനിയും കാണാനും കേൾക്കാനും അടുത്തറിയാനും അനുഭവിച്ചറിയാനുമുണ്ട്. അതിനൊപ്പം തന്നെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുമുണ്ട്. എല്ലാവർക്കും നന്ദി. പുസ്തകത്തെ ഭംഗിയായി ഞങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ച നിതിൻ ദാസിന് നന്ദി. മലയാളത്തിലെ എഴുത്തുകാരനും തൃശൂരിലെ മലയാള മനോരമയുടെ ചീഫ് റിപ്പോർട്ടറുമാണ് അരുൺ എഴുത്തച്ഛൻ. 2002 മുതൽ 2005 വരെ മാതൃഭൂമിയിൽ പ്രാദേശിക ലേഖകനായിരുന്ന അദ്ദേഹം 2005 മുതലാണ് മലയാള മനോരമയിലേക്ക് എത്തുന്നത്. വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന കൃതിക്ക് 2019 മികച്ച യാത്രാ വിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തെ അവലംബിച്ച് വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററിയും അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. കർണാടകയിലെ ദേവദാസികളുടെ മക്കളുടെ സാമൂഹിക സ്ഥിതിയെ പറ്റിയുള്ള പഠനത്തിന് നാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യയുടെ മാധ്യമ ഫെലോഷിപ്പും അദ്ദേഹത്തിന് ലഭിച്ചു. ഡ്യൂപ്പ്, ഒരു എക്സ്ട്രാ നടിയുടെ ആത്മകഥ, മതപ്പാടുകൾ എന്നിവയാണ് മറ്റു കൃതികൾ. വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന പുസ്തകത്തെപ്പറ്റി കൂടുതൽ അറിയുവാനും ചർച്ച ചെയ്യുവാനും അരുൺ എഴുത്തച്ഛനെ സ്നേഹത്തോടെയും ഏറെ സന്തോഷത്തോടെയും സ്വാഗതം ചെയ്യുന്നു.
നന്ദി. ഒരു കാര്യം, ഇതിന് വേറെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനോ ചോദ്യം ഉന്നയിക്കാനോ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് സംസാരിക്കാൻ നല്ലത് തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്ന് തുടക്കം വെച്ചാലേ പിന്നെ അതിന്മേൽ സംസാരങ്ങൾ വരും. അപ്പൊ ഈ പുസ്തകത്തിന്റെ എഴുത്തനുഭവങ്ങളൊന്ന് പങ്കുവെച്ചാൽ. യെസ്, ഓക്കെ സാർ. ഇവിടെ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു നിജിൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അവർ ആ എഴുതാനുണ്ടായ വഴികൾ ഒക്കെ പറയുകയാണ് ചെയ്യാറ് ഇങ്ങനത്തെ ചർച്ചകളിൽ. പക്ഷെ എൻ്റെ കേസിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ആ കാര്യങ്ങൾ എങ്ങനെയാണോ അത് പുസ്തകത്തിലേക്ക് എത്തിയത്, അതിനുവേണ്ടി വിവരങ്ങൾ ശേഖരിച്ചത്, അതെല്ലാം ഓൾറെഡി പുസ്തകത്തിലുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ പുസ്തകം. നമ്മൾ വിവരങ്ങൾ ശേഖരിച്ചത് എങ്ങനെയാണെന്നുള്ളത് ഉൾപ്പെടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് പുസ്തകത്തിന്റെ ഒരു പിന്നാമ്പുറ കഥകൾ പറയാൻ കുറച്ച് മറ്റ് പുസ്തകങ്ങളെ പോലെയല്ല, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നിധിൻ പറഞ്ഞപ്പോൾ തന്നെ അല്ലെങ്കിൽ വായിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി തുടങ്ങിയ ഒരു യാത്രയല്ല ഇത്. അതാണ് പിന്നീട് ഇങ്ങനെ ആയത്, ഈ പുസ്തകമായിട്ട് മാറിയത്. എങ്ങനെയാണ് ഈ ഇവിടുത്തെ നമ്മുടെ മംഗലപുരത്തെ ഡാൻസ് ബാറുകളിലെ സ്ത്രീകൾ, ഡാൻസ് ബാർ നിരോധിച്ച ശേഷം ആ സ്ത്രീകളുടെ ലൈഫ് എങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു ശരിക്കുള്ള ഒരു സൺഡേ ഫീച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ പുസ്തകത്തിലേക്ക് എത്തിയത്. അതൊക്കെ പുസ്തകം വായിച്ചവർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഈ അവതരണത്തിൽ നിന്ന് തന്നെ ആളുകൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതിന് ശേഷമുള്ള യാത്രകളെ കുറിച്ച് പറയുന്നതായിരിക്കും കൂടുതൽ ഈ ആളുകൾക്ക് ആവർത്തന ഒഴിവാക്കാൻ അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഈ 2016 അവസാനം നമ്മൾ ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നത് 2016 പുസ്തകം ഇറങ്ങുന്നത്. അതിന്റെ തൊട്ട് മുമ്പുള്ള ഫെബ്രുവരിയിലാണ് അവസാനമായിട്ട് നമ്മൾ ഇവിടേക്ക് പോകുന്നത്, ദാവൻകരയിലേക്ക് പോകുന്നത്. ആ വർഷമാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് വരുന്നത്. ഒരു പെൺകുട്ടിയെ പോലും ദേവദാസി ആക്കുന്നില്ല എന്ന് കർണാടക സർക്കാർ ഉറപ്പുവരുത്തണം എന്നുള്ള ആ നിർദ്ദേശം വരുന്നത് 2016 ഫെബ്രുവരിയിലാണ്. ആ മാഘപൗർണമിക്ക് തൊട്ട് മുമ്പാണ്. അപ്പൊ ആ മാഘപൗർണമിയിൽ ആ ഉത്തരവ് നടപ്പാക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ പോയിരുന്നു. പോയപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ 10 പേരടങ്ങുന്ന ഒരു സർവൈലൻസ് ടീം അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ കുട്ടികളെയൊക്കെ പരിശോധിക്കുന്നു, അതായത് കുട്ടികളുമായിട്ട് വരുന്ന സംഘങ്ങളെയൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്, ക്യാമറയിൽ പകർത്തുന്നുണ്ട്, ഈ കൊണ്ടുവരുന്ന കുട്ടികളെ എന്തിനു കൊണ്ടുവന്നെന്ന് അന്വേഷിക്കുന്നുണ്ട്. അവരെ പിന്നീട് ദേവദാസി ആക്കിയിട്ടില്ല എന്ന് ആ സ്ഥലങ്ങളിൽ പോയിട്ട് അവർ ചെക്കിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഇത് നടക്കുന്നുണ്ടെന്ന് 2016 ബോധ്യപ്പെട്ടു. പക്ഷെ ഞങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ വർഷം, ഇപ്പോൾ പുസ്തകം 9 വർഷമായി. അപ്പൊ ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയിരുന്നു. 2025 ഞങ്ങൾ മാഘപൗർണമിക്ക് അവിടെ കർണാടകയിൽ പോയിരുന്നു. അവിടെ ഇപ്പോഴും ആ സുപ്രീം കോടതിയുടെ ഉത്തരവ് ഈ 9 വർഷത്തിന് ശേഷവും അതുപോലെ നടപ്പാക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ പോയപ്പോൾ വളരെ സന്തോഷകരമായ ഒരു കാര്യം, അങ്ങനെ അതേപോലെ തന്നെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ ഈ അന്നുണ്ടായിരുന്ന പോലെ 2016 കോടതി ഉത്തരവ് വന്ന ആ വർഷം ഉണ്ടായിരുന്ന പോലെ തന്നെ ഇപ്പോഴും 10 പേരടങ്ങുന്ന ഒരു സർവൈലൻസ് ടീം ഇപ്പോഴും അവിടെ ഈ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതിനിടയിലും ചില കുട്ടികളെ ദേവദാസി ആക്കുന്നുണ്ട്, തീരെ ആക്കുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നാഷണൽ പത്രങ്ങൾ, ദേശീയ പത്രങ്ങളിലെല്ലാം ചില വാർത്തകൾ മാഘപൗർണമി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 1-2 മാസം കഴിയുമ്പോൾ ഒരു വാർത്ത വരാറുണ്ട്. ഒരു കുട്ടിയെ ദേവദാസിയാക്കി, കുട്ടി പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വാർത്ത വരാറുണ്ട്. ഒരു കുട്ടിയെ ദേവദാസിയാക്കി വാർത്ത വരുന്നതിന്റെ അർത്ഥം ഒരുപാട് പേര് പരാതി പറയാൻ പറ്റാത്തവര് ആക്കപ്പെടുന്നുണ്ടാവാം ഒരുപക്ഷെ. അപ്പോൾ ഈ ഒരു സുപ്രീം കോടതി ഉത്തരവ് കൊണ്ട് ഇത് പരിപൂർണമായിട്ട് തുടച്ചു നീക്കി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയല്ല, കുറച്ച് ഇപ്പോഴും ഈ സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ടാവും എന്ന് തന്നെ വേണം വിചാരിക്കാൻ. ദാരിദ്ര്യം ഉള്ളിടത്തോളം ഈ പറഞ്ഞ പോലെ ഈ അനാചാരങ്ങൾ തുടരാൻ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും അവിടെ ഉണ്ട്. അതുകൊണ്ട് അത് തുടരാൻ തന്നെയാണ് സാധ്യത എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഈ പുതിയതായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർണാടകയിലെ ദേവദാസികളുടെ, അവിടെ പല ദേവദാസികൾക്കും ഈ 1982 ശേഷം, 1982 നിയമം മൂലം ദേവദാസി സമ്പ്രദായം നിരോധിച്ചതാണ്. അപ്പൊ 82 ശേഷം വന്ന ദേവദാസികളിൽ പലർക്കും അവിടെ ദേവദാസി ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് സർക്കാർ കൊടുക്കാത്തതുകൊണ്ട് പെൻഷൻ കിട്ടുന്നില്ല, ദേവദാസികൾക്കുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല.
അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഒരു വലിയ മൂവ്മെന്റ് അവിടെ കുറച്ച് കാലമായിട്ട് നടക്കുന്നുണ്ട്. ഈ ദേവദാസി വിമോചന മുന്നണിയുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ സർക്കാർ അവിടെ ഒരു സർവേ ആരംഭിച്ചിരിക്കുകയാണ്. ദേവദാസികൾ എത്ര പേരുണ്ട് കർണാടകയിൽ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സർവേ നടത്തുന്നുണ്ട്. അതിൽ പരിശോധിച്ച് എങ്ങനെയാണ് ദേവദാസി ആയത്, ഈ സ്ത്രീകൾ ദേവദാസി ആയത് തന്നെയാണെന്നൊക്കെ ഉറപ്പുവരുത്തി അവർക്കെല്ലാം ഈ ദേവദാസികളുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സർവേ ഒരുപാട് കാലത്ത് അവരുടെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അത് നടക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഏതൊരു ഏതൊരു അനാചാരം നിർത്തുമ്പോഴും നമുക്ക് കാണാത്ത മറ്റൊരു സൈഡ് അതിനുണ്ടാവും. അത് നിങ്ങൾ വിശുദ്ധ പാപങ്ങൾ ഇന്ത്യ വായിച്ചവർക്കറിയാം. നമ്മൾ വൃന്ദാവനിൽ പോകുമ്പോൾ അവിടെ നിന്ന് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. സതി നിരോധിച്ച ഒരു വലിയ നവോത്ഥാനമാണ് ഇന്ത്യയിൽ, അതിലൊരു സംശയമില്ല. പക്ഷെ സതി നിരോധിച്ചപ്പോൾ ആ നിരോധനത്തിനനുസരിച്ചുള്ള ഒരു മനോഭാവം ആളുകളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതായത് വിധവകളെ മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ള ഒരു ചിന്ത ആളുകളിൽ ഉണ്ടായിരുന്നില്ല. അവരെന്ത് ചെയ്തു, ആ വിധവകളായ സ്ത്രീകളെ വീടുകളിൽ മാറ്റി നിർത്തുകയും ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കാതിരിക്കുകയും വളരെ വിവേചനത്തോടെ അവരോട് പെരുമാറുകയും ചെയ്തപ്പോൾ അവരുടെ ഒരു സാമൂഹിക അംഗീകാരം തന്നെ നാട്ടിൽ ഇല്ലാതായപ്പോൾ ആ സ്ത്രീകളെല്ലാം ഇവിടേക്ക് വന്നു, വൃന്ദാവനിലേക്ക് വന്നു. അങ്ങനെയാണ് വൃന്ദാവനിലെ രാധമാരുടെ എണ്ണം കൂടുന്നതെന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് പറഞ്ഞാൽ സതി നിരോധിച്ച ഒരു നല്ല നവോത്ഥാന പ്രവർത്തനം തന്നെയാണ്, അതിനകത്ത് ഒരു സംശയമില്ല. പക്ഷെ അപ്പോഴും നമ്മൾ കാണാത്ത വേറൊരു സൈഡ്, അതായത് അവിടുത്തെ സ്ത്രീകൾ ആ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ വേറൊരു നാട്ടിലേക്ക് പോകേണ്ടി വരുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കാണാത്തൊരു വശമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഈ സുപ്രീം കോടതി വിധി വന്ന് ദേവദാസി സമ്പ്രദായം കർശനമായി നിരോധിച്ചുകൊണ്ട് കർശനമായ നിരീക്ഷണമൊക്കെ സുപ്രീം കോടതി ഏർപ്പെടുത്തി. പക്ഷെ അപ്പൊ നമ്മൾ അവിടെ ഉണ്ടായ മറ്റൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടെ ശൈശവ വിവാഹം കൂടി കർണാടകയിൽ. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശൈശവ വിവാഹം ബീഹാറും കർണാടകവും ഏതാണ്ട് മത്സരിക്കുകയാണ്. ശൈശവ വിവാഹം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് കർണാടകയിൽ. അതിന്റെ ഒരു കാരണമായിട്ട് അവിടുത്തെ സാമൂഹിക നീതി വകുപ്പ് പറയുന്നത് ഈ ഇത്തരം സംഭവങ്ങളൊക്കെ നിർത്തിയതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ ശൈശവ വിവാഹം നടക്കുന്നത്. കാരണം അവിടെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കുക പെൺകുട്ടികളെ ഒരു പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു വലിയ ബാധ്യതയാവുന്നതിന് മുമ്പ് കുറച്ച് പ്രായം ചെന്ന ആരെങ്കിലും ഒക്കെ വന്നിട്ട്, ഇപ്പോൾ ഗുജറാത്തിൽ നിന്നൊക്കെയാണ് അവിടെ കൂടുതൽ പേര് വന്ന് വിവാഹം കഴിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അവർക്ക് വിവാഹം കഴിച്ചു കൊടുത്ത് അവർ ആ ബാധ്യത ഒഴിവാക്കുന്ന ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനൊരു ഭാഗം അതിനുണ്ട്. അപ്പോൾ നമ്മൾ ഈ അനാചാരങ്ങൾ തുടച്ചു നിൽക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഈസി അല്ല. ഇപ്പൊ ഒരു കോടതി വിധി കൊണ്ടൊന്നും അത് മറികടക്കാൻ പറ്റില്ല. ഇങ്ങനെ അതിന്റെ അടിസ്ഥാനപരമായ ഒരു റൂട്ട് കോസ് നോക്കുമ്പോൾ അതിന്റെ പട്ടിണിയും കാര്യങ്ങളൊക്കെയാണ്. അത് മാറ്റാനുള്ള നടപടികൾ കൂടി സമാന്തരമായിട്ട് നടന്നാൽ മാത്രമേ ഇത് അതിന്റെ ഒരു പരിസമാപ്തിയിൽ എത്തുള്ളൂ, ഈ അനാചാരങ്ങൾ തുടച്ചു നീക്കുക എന്നുള്ളത്. എന്ന് മാത്രമല്ല, ഇപ്പൊ ചിലർ പറയുന്നുണ്ട് വിദ്യാഭ്യാസം കൊണ്ട് ഇതിനെ മറികടക്കാന്ന് പറയുന്നുണ്ട്. അതൊരു പരിധി വരെ ശരിയാണ്, വിദ്യാഭ്യാസം നല്ലൊരു ഘടകമാണ് ഇതിന്. പക്ഷെ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം എല്ലാ സംഭവങ്ങളെ അങ്ങനെ തുടച്ചു നീക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാനും പറ്റില്ല. അതിന്റെ ഒരു ഉദാഹരണമാണ് ഹിരേ സിന്ദോഗി എന്ന് പറയുന്ന, അത് മതപ്പാടുകൾ എന്ന് പറയുന്ന പുസ്തകം, ഈ വിശുദ്ധ പാപങ്ങൾ ഇന്ത്യക്ക് ശേഷം നടത്തിയ അന്വേഷണങ്ങളാണ് മതപ്പാടുകൾ എന്ന പുസ്തകത്തിൽ. അതിനകത്ത് ഹിരേ സിന്ദോഗി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഗ്രാമത്തിൽ മാദിക കമ്മ്യൂണിറ്റിപ്പെട്ട സ്ത്രീകൾ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ആ നാട്ടിലൊരു ആചാരം. ആ ആചാരത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുന്ന സ്ത്രീകൾ അവര് വേറെ ഉന്നത കുലത്തിൽപ്പെട്ട ആളുകളുടെ കുട്ടികളെ പ്രസവിക്കുന്നു. അതിനകത്ത് ഒരു വിലക്കുമില്ല, ഒരു പ്രശ്നമില്ല. ആ മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ അവർക്ക് തടസ്സമില്ല. പക്ഷെ വിവാഹം കഴിക്കാൻ അവിടുത്തെ ആചാരം അനുവദിക്കുന്നില്ല, അവിടുത്തെ സമുദായ നിയമം അനുവദിക്കുന്നില്ല. അപ്പൊ എന്ത് പറ്റും? അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അതൊരു ശരിക്കും ഒരു ദാരിദ്ര്യം ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ആചാരമായിരിക്കും അത്. സ്ത്രീകളെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു ആചാരമായിരിക്കും. പക്ഷെ ഇന്ന് ഹിരേ സിന്ദോഗിയിൽ അങ്ങനെ വലിയ ദാരിദ്ര്യമൊന്നുമില്ല. ഞങ്ങൾ പോകുമ്പോൾ അവർ തന്നെ പറയുന്നില്ല, അവിടെ ഡോക്ടറുണ്ട്, ടീച്ചറുണ്ട് ആ സമുദായത്തിൽ, പക്ഷെ അവരാരും വിവാഹം കഴിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസം നേടിയവരുണ്ട് അവിടെ, വിദ്യാഭ്യാസം അവിടെ, അല്ലെങ്കിൽ ദാരിദ്ര്യം അവിടെ മറികടന്ന് കഴിഞ്ഞു. പക്ഷെ എന്നാലും ഈ ആചാരത്തെ മറികടക്കാൻ പറ്റുന്നില്ല. അവിടെ സ്ത്രീകൾ ശരിക്കും പറഞ്ഞാൽ അവർ ശരിക്കും ലൈംഗിക തൊഴിലാളികളാവുകയാണ്, അല്ലെങ്കിൽ അവർ ചില ആളുകളുടെ അവരുടെ കീഴിൽ ലൈംഗിക അടിമകളായിട്ട് മാറുകയാണ്. പക്ഷെ അവിടെ വിദ്യാഭ്യാസം വന്നു, ദാരിദ്ര്യം തുടച്ചു നീക്കപ്പെട്ടു. എന്നിരുന്നാൽ പോലും ഈ അനാചാരത്തെ മറികടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം വിദ്യാഭ്യാസം വന്നു കഴിഞ്ഞാൽ എല്ലാം മാറും എന്ന് കരുതാൻ വയ്യ. ഇങ്ങനെയാണ് ഇതിന്റെ ഇത് കിടക്കുന്നത്. ഇപ്പോൾ പുസ്തകത്തെക്കുറിച്ച് എല്ലാവർക്കും ഏതാണ്ട് ഒരു ധാരണ പരിചയപ്പെടുത്തലിൽ നിന്ന് കിട്ടിയെന്ന് കരുതുന്നു. ഇതിന്റെ മറ്റ് വിഷയങ്ങൾ പിന്നെ പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യം, ഈ ഇത്തരം ചർച്ചകളിൽ പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഈ എന്തെങ്കിലും ഭീഷണികൾ ഉണ്ടായോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്നൊക്കെ, ഈ പുസ്തകത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടെന്ന്. അങ്ങനെയൊന്നും ആ പുസ്തകത്തിൽ പറയുന്ന തരത്തിലുള്ള ചില പേടിപ്പിക്കലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ, പിന്നെ ചില സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ചില പേടികൾ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ അങ്ങനെ
ആളുകൾ അങ്ങനെ പേടിപ്പിക്കുന്ന അങ്ങനെ ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇത് ആചാരങ്ങളെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ പേരിൽ പുസ്തകം ഇറങ്ങിയ ശേഷം ആളുകളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അങ്ങനെയൊന്നും സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഫാൾസ് ക്ലെയിം നടത്തുന്നത് ശരിയല്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതിലെനിക്ക് തോന്നുന്നൊരു ഒരു കാര്യം, നമ്മൾ പൊതുവെ ആളുകൾ ഭീഷണിപ്പെടുന്നു, പ്രത്യേകിച്ച് മതവിശ്വാസികൾ എഴുത്തുകാരെ അല്ലെങ്കിൽ ഇത്തരം സാംസ്കാരിക പ്രവർത്തകരെ ഭീഷണിപ്പെടുന്നത് പലപ്പോഴും അവരുടെ ദൈവത്തെ തൊടുമ്പോഴാണ് പൊതുവെ വിശ്വാസികൾക്ക് പൊള്ളുള്ളൂ. ആചാരങ്ങളെ തൊടുമ്പോൾ അങ്ങനെ പൊള്ളാറില്ല. പിന്നെ മാത്രമല്ല, ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള കാര്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് നമ്മൾ ഒരാളോട് സംസാരിക്കുന്നു, അവരുടെ ചിത്രങ്ങൾ സഹിതം അവർ പറയുന്ന കാര്യങ്ങൾ അതേപോലെ പകർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു റിപ്പോർട്ടിംഗ് ശൈലിയിൽ പകർത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. കേൾക്കണില്ലല്ലോ സാറേ. സിഗ്നൽ എന്തോ പോയിണ്ട് അവിടെ. അരുണ്ട് അവിടെ സിഗ്നൽ എന്തോ. പറയുന്ന എത്ര ദിവസങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഇടയ്ക്ക് സിഗ്നൽ ഒന്ന് പോയി, പറഞ്ഞു കേട്ടില്ല. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ നല്ല വ്യക്തമായിട്ട് കേൾക്കാം. ഹലോ സാറേ, ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ പുസ്തകത്തിൽ ചേർത്തിരിക്കുന്ന എല്ലാം കൃത്യമായി തെളിവുകളുടെ കാര്യങ്ങളാണ്. ആളുകളുടെ പേരുകൾ, ആളുകളുടെ ഫോട്ടോ, അല്ലെങ്കിൽ ഈ വിവരാവകാശ നിയമപ്രകാരം സർക്കാർ തന്നെ കണക്കുകളാണ് ദേവദാസിനകത്ത് ചേർത്തിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ആളുകൾ ഉണ്ടാക്കാൻ വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. ഇത്രയൊക്കെയാണ് പുസ്തക എഴുത്ത് അല്ലെങ്കിൽ എഴുത്തിന് ശേഷമുള്ള യാത്രകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മറ്റെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. പുസ്തകത്തെ പറ്റിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനും അതുപോലെ തന്നെ വായനാനുഭവം പങ്കുവെക്കാനൊക്കെ ഉള്ള സമയമാണ്. എല്ലാവരും സമയം ഭംഗിയായിട്ട് വിനിയോഗിക്കുക. നമസ്കാരം സർ, ഞാൻ അക്ഷയ, 1ാം വർഷ BEd മലയാളം വിദ്യാർത്ഥിനിയാണ്. എനിക്ക് ചോദിക്കാനുള്ളത് ഈ പുസ്തകത്തിന്റെ ശീർഷകത്തെ കുറിച്ചാണ്. വിശുദ്ധം, പാപം എന്നിങ്ങനെ ഇരുധ്രുവങ്ങളിൽ നിൽക്കുന്ന അർത്ഥതലങ്ങളുള്ള എതിർപദങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ശീർഷകത്തിലേക്ക് എത്തിയതിന്റെ കാരണം ഒന്ന് പങ്കുവയ്ക്കാമോ? പിന്നെ അതിനോടൊപ്പം ചേർത്ത് ചോദിക്കാവുന്ന ഒരു ചോദ്യം, ഈ പുസ്തകത്തിൽ സാറ് പറയുന്നത് ദേവദാസികളായി തീർന്നിട്ടുള്ള സ്ത്രീകള് ലൈംഗിക തൊഴിലാളികളായി മാറേണ്ടി വന്നതിന്റെ നിർബന്ധിതരാക്കപ്പെട്ട ഒരു ദുരവസ്ഥയെ കുറിച്ചാണല്ലോ. അപ്പൊ ഈ ദുരവസ്ഥയെ അതിജീവിച്ച ഏതെങ്കിലും ഒരു സ്ത്രീയെ, അതായത് ഈ മേഖലയിലല്ലാതെ വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയെ, ഒരാളെങ്കിലും ഈ അന്വേഷണത്തിൽ സാറിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഓക്കെ. ആദ്യം രണ്ടാമത്തെ ചോദ്യത്തെക്കുറിച്ച് ആദ്യം പറയാൻ തോന്നുന്നു. അതായത് ഇതിനകത്തുള്ള ഈ രേണുക, TV രേണുക എന്ന് പറയുന്ന നമ്മുടെ പുസ്തകത്തിൽ വലിയൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടല്ലോ. TV രേണുക, ദേവദാസി വിമോചന മുന്നണിയുടെ സംസ്ഥാന പ്രസിഡന്റ്. അവര് അങ്ങനെ ഇതിനെ അതിജീവിച്ച് വന്ന ഒരു സ്ത്രീയാണ്. അവരൊരു പൊതുപ്രവർത്തകയാണ്. ഇപ്പോൾ ഇതിന്റെ വലിയ മുന്നേറ്റങ്ങളൊക്കെ നടത്തുന്ന അവരാണ് ഈ മുന്നണിയുടെ. പിന്നെ അവിടെ ഈ ദേവദാസികളിൽ നിന്ന് അങ്ങനെ ലൈംഗിക തൊഴിലിലേക്ക് കടന്ന് അതിന് ശേഷം പിന്നെ തിരിച്ച് വന്ന് മറ്റ് കച്ചവടം ചെയ്തവരൊക്കെ അതിനകത്ത് പറയുന്നുണ്ടല്ലോ. ഈ മറ്റ് പല കച്ചവടങ്ങൾ ചെയ്തവരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വന്നവരേ ഉള്ളൂ. തീരെ അതിലേക്ക് പോവാത്ത ആളുകൾ എന്ന് പറയാൻ സാധ്യത വളരെ കുറവാണ്. ഈ ദേവദാസികളുടെ മക്കളിൽ കുറെ പേരൊക്കെ വളരെ പോരാട്ടം നടത്തി അഡ്വക്കേറ്റ് ആയവരും അല്ലെങ്കിൽ പഠിച്ച് അധ്യാപകരായവരൊക്കെ അവിടെ ഉണ്ട്. അതിൽ കുറെ പേരെ കുറിച്ചൊക്കെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. ഈ പ്രകാശിനെ കുറിച്ചൊക്കെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. ദേവദാസികൾ പൊതുവെ അങ്ങനെ അതിജീവിച്ച് വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. തീർത്തും ഇല്ലെന്ന് പറഞ്ഞുകൂടാ. പക്ഷെ ഞങ്ങൾ കണ്ടതിൽ അങ്ങനെ TV രേണുകയാണ് ഉള്ളത്. പിന്നെ ഇനി ശീർഷകത്തെക്കുറിച്ച്. ശീർഷകം വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ. ഞാൻ എല്ലാവരും പറയാനുള്ള ഒരു കാര്യമുണ്ട്. ആദ്യം ഈ പുസ്തകത്തിന് DC ബുക്സ്
DC ബുക്സിലെ ജയദേവ് സാർ ആദ്യം നിർദ്ദേശിച്ച പേര് ദൈവങ്ങളും വ്യഭിചാരികളും എന്നായിരുന്നു. അപ്പൊ ഈ അപ്പൊ അത് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ സ്ത്രീകൾ അവരുടെ ഒരു വളരെ കഷ്ടപ്പാടുകൊണ്ട്, വളരെ അവരുടെ ഒരു ദയനീയാവസ്ഥ കൊണ്ട് അവരൊരു തൊഴിലിലേക്ക് എത്തുന്നു. ആ തൊഴിലിനെ നമ്മൾ അങ്ങനെ എത്തിയവരെ നമ്മൾ വ്യഭിചാരികൾ എന്ന് വിളിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, വ്യഭിചാരികൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ അടുത്ത് പോകുന്ന പുരുഷന്മാരെയാണ്, പക്ഷെ അത് നിങ്ങൾക്ക് പോലും മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഞാൻ പേരിടണ്ട എന്ന് പറഞ്ഞു. നമ്മൾ ആ ചില വാക്കുകൾ നമ്മളിങ്ങനെ സ്ത്രീകളോട് കൂട്ടിക്കെട്ടി മാത്രം ചിന്തിക്കുന്ന ഒരു പ്രശ്നമാണത്. അങ്ങനെ ഒരു പ്രശ്നമാണ് എനിക്കുണ്ടായത്. അപ്പൊ പിന്നെ ആലോചിച്ചപ്പോൾ വന്നൊരു പേരാണ്, എനിക്ക് തന്നെ തോന്നിയൊരു പേരാണ് ഈ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്നുള്ളത്. വെച്ചാൽ നമ്മൾ ഒന്ന് ഇതിനകത്ത് നമ്മൾ പാപം ചെയ്യുന്നവരെന്ന് നമുക്ക് തോന്നുന്ന, പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഈ സ്ത്രീകൾ വെച്ചാൽ പൊതുസമൂഹം നോക്കുമ്പോൾ, പൊതു ധാരണയുടെ കാര്യമാണ് പറയുന്നത്. അവരെ നോക്കുമ്പോൾ പാപികളായിട്ട് കരുതുന്ന ഈ സ്ത്രീകൾ ശരിക്ക് വിശുദ്ധമായ ഒരു വഴിയിലൂടെയാണ് അവർ അതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു എന്താ പറയുക, ദൈവത്തിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് വളരെ വിശുദ്ധമായ ഒരു വഴിയിലൂടെയാണ് അവരെ ആ ജോലിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചാലോചിച്ചാലും പറയാം, ഈ പാപം ചെയ്യാൻ വരുന്ന ആളുകൾ ശരിക്കും അങ്ങനത്തെ ഒരു പാപക്കറയുള്ള ആളുകൾ ശരിക്ക് വിശുദ്ധന്മാരുമാണ് ഇതിനകത്ത്. അവര് വളരെ സമൂഹത്തിന്റെ മേലെ തട്ടി നിൽക്കുന്ന ആളുകളാണ്. അവര് പാപം ചെയ്യുന്നതായിട്ട് അവർ പറയുന്നില്ല, അവര് വിശുദ്ധരായിട്ടാണ് അവര് തന്നെ വിലയിരുത്തുന്നത്. അപ്പൊ ഈ അർത്ഥത്തിൽ ഈ പേര് വളരെ യോജിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ഇംഗ്ലീഷ് വന്നപ്പോഴും ആ പേരാണ്. ഇതിനകത്ത് ഇന്ത്യ എന്നുള്ള പ്രയോഗം ഇല്ല, സേക്രഡ് സിൻസ് എന്നാണ് ഈ പുസ്തകത്തിന് ഇംഗ്ലീഷിലും പേരിട്ടിരിക്കുന്നത്. ആ പേര് ഇതിന്റെ ഉള്ളടക്കമായിട്ട് അങ്ങനെ വളരെയധികം യോജിച്ചു പോകുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. പിന്നെ നിതിനോടും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ ഒരു പുസ്തകം തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ചതിന് ഒത്തിരി സന്തോഷം. അതെ, നിതിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഈ വായനയ്ക്ക് ശേഷം? അരുണിനോട് നേരിട്ട് എന്തെങ്കിലും? ഞാൻ ചോദിക്കാൻ പറ്റൊരു സംഭവം തന്നെയായിരുന്നു തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. അതായത് ഇത് എഴുതിയതിന് ശേഷം പിന്നീടുള്ള യാത്രകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഈ നമ്മുടെ സതി ബേസ് ചെയ്തുള്ള കാര്യം ഞാൻ പറയാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ സമയത്തിന്റെ ബുദ്ധിമുട്ട് വന്നപ്പോൾ പിന്നെ അത് ഞാൻ അവിടെ ഒതുക്കി വെച്ച് പോയിട്ടായിരുന്നു. പക്ഷെ അത് സാറ് അവരോട് പറഞ്ഞത് എന്തായാലും നന്നായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു അനാചാരത നമ്മൾ ഇല്ലാതാക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അപ്പുറത്തേക്ക് മറ്റൊരു വശം ഉണ്ടെന്നുള്ള കാര്യം സൂചിപ്പിച്ചത് അത് ഒരു തിരിച്ചറിവ് തന്നെയാണ്. അങ്ങനെ എന്തായാലും ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് പുതിയ അന്വേഷണങ്ങൾ അല്ലെങ്കിൽ പുതിയ തിരിച്ചറിവുകളൊക്കെ നൽകുന്നു എന്ന് തന്നെയാണ്. നമ്മുടെ സമൂഹത്തില് ഇതുപോലെ ഒളിഞ്ഞും തെളിഞ്ഞായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോ അതിലേക്കുള്ള ഒരു വഴിത്തിരിവ് എന്ന രീതിയിലേക്ക് ഇത് വായിക്കുമ്പോ നമ്മൾ എത്തിക്കുന്നുണ്ട്. വായിച്ചപ്പോ എനിക്കും അനുഭവപ്പെട്ട അതാണ്. അപ്പോ മാഷ് കൃഷ്ണകുമാർ സാറ് ഇങ്ങനെ സൂചിപ്പിച്ചു, അരുൺ എഴുത്തച്ഛന്റെ ഒരു പുസ്തകം അവതരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ നമ്മുടെ മലയാള മനോരമ നമ്മുടെ ക്യാമ്പ് കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ തന്നെ ഞാൻ എടുത്തു പറഞ്ഞു, അരുണേട്ടന്റെ അഞ്ചിനെങ്കിൽ ഞാൻ അവതരിപ്പിച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തു ചാടി പരീക്ഷ തീരിനോട് കൂടിയിട്ട് അങ്ങോട്ട് ചെയ്തതാണ്. അപ്പൊ അത് വളരെ സന്തോഷം. ഞങ്ങളുടെ ഒപ്പം വന്നതിന് ഒരുപാട് സന്തോഷം. സ്നേഹം അറിയിക്കാനായിട്ട് കൂടി ഈ ഒരു സമയം ഞാൻ വിനിയോഗിക്കുകയാണ് അരുണേട്ട. ഓക്കെ, നന്ദി. നിധിൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ പരിപാടി നടത്തുന്നുണ്ട് പറഞ്ഞിരുന്നു. അപ്പോ പെട്ടെന്ന് വിചാരിച്ചില്ല. ഇതിന് മുമ്പ് നിധിൻ ചോദിച്ചു, ഇടയ്ക്ക് എനിക്കൊരു കോൾ വന്നിട്ട് ചെറിയൊരു ഡിസ്റ്റർബൻസ് ആയി. നിങ്ങൾ ഇതിനകത്ത് ചോദ്യം ഉന്നയിച്ചിരുന്നോ? ഇല്ലല്ലോ തുടക്കത്തിൽ? ഇല്ല. ഓക്കെ. ടീച്ചർ പറഞ്ഞു. സാറേ, ഞാൻ കളയിലെ ഹീര ടീച്ചറാണ്. ഇംഗ്ലീഷ് അധ്യാപികയാണ്. നിതിന് ആദ്യം തന്നെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് വിശദമായിട്ടൊക്കെ ഇത് അവതരിപ്പിച്ചതിന്. പിന്നെ സാറിനോടൊരു ചോദ്യം. എനിക്ക് ഇത് കുറച്ച് വായിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ
ഈ ദേവദാസികള് ആയി തീർന്നതിന് ശേഷം സ്വന്തം വീട്ടില് ഉള്ള ഒരു സുരക്ഷിതത്വത്തിൽ കിടന്നുറങ്ങാൻ സാധിക്കുന്ന ചിലരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ അത്രയും സുരക്ഷിതത്വം ഉണ്ടായിരുന്നു സ്വന്തം വീടുകളിൽ അവർക്ക്. അപ്പൊ അതൊരു പുരുഷ മാരുടെ ഒരു എന്താ പറയാ, അവരുടെ ഒരു മേൽക്കോയ്മ നിറഞ്ഞു നിന്നിരുന്നൊരു ഒരു അന്തരീക്ഷമാണല്ലോ. അപ്പൊ എനിക്ക് ഉള്ള ഒരു സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെ തിരിച്ചു വന്ന് സ്വന്തം കൂരയിൽ കിടന്നുറങ്ങുന്ന അവര് പൂർണ്ണമായിട്ട് സുരക്ഷിതരായിരുന്നു, അല്ലെങ്കിൽ അവിടെയും അവർക്ക് ഇതുപോലെയുള്ള ആ, ആ, അവരുടെ ഒരു ആധിപത്യം, പുരുഷാധിപത്യം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. യെസ് ടീച്ചർ, ഇതിൽ എനിക്ക് തോന്നുന്നത് ഇവര് മിക്കവാറും ഒരാളുടെ നിയന്ത്രണത്തിലായിരിക്കും. ഇവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ലൈംഗിക അടിമയായിട്ട് അവരുടെ വീട്ടിൽ തന്നെ കഴിയാണ് അവർ ചെയ്തിരുന്നത്. മിക്കവാറും എല്ലാ ഈ ദേവദാസിയാക്കപ്പെടുന്ന സ്ത്രീകളെ ഏറ്റെടുക്കാൻ അവിടുത്തെ ഒരു പ്രമാണിയായ ഒരാളുണ്ടാവും, കുറച്ച് സാമ്പത്തിക ശേഷി കയ്യിലുള്ള ഒരാളുണ്ടാവും. അപ്പൊ അവര് ആ അർത്ഥത്തിൽ അവര് വീട്ടിൽ സുരക്ഷിതരാണ്, കാരണം ആ ആളെ മാത്രം അവര് നോക്കിയാൽ മതി. പക്ഷെ അത് കഴിഞ്ഞ് അവര് പിൻവാങ്ങുമ്പോൾ, അവർക്ക് വേറൊരാളെ കിട്ടി അവർ പിൻവാങ്ങുമ്പോൾ ഇവര് മറ്റൊരാളെ കണ്ടെത്തേണ്ടി വരും, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെ കണ്ടെത്തേണ്ടി വരും. അങ്ങനെ അവര് വീട്ടിൽ സുരക്ഷിതരാണോ ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ സുരക്ഷിതരാണ്. നമ്മൾ ഇപ്പൊ ടീച്ചർ ചോദിച്ച അർത്ഥത്തിൽ വീട്ടിൽ സുരക്ഷിതരാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറെ കഴിയുമ്പോൾ അവര് പിന്നെ ആർക്കും വേണ്ടാത്തൊരവസ്ഥയാവുമ്പോൾ അവര് തന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും, ഈ മറ്റ് ഇടങ്ങളിലേക്ക് ഇറങ്ങേണ്ടി വരും. അവർ വീട്ടിൽ നിന്ന് തന്നെ വിടേണ്ടി വരും. അപ്പൊ വീട്ടിലുള്ളിടത്തോളം കാലം അവർ ഈ അർത്ഥത്തിൽ സുരക്ഷിതരാണ്, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് വ്യക്തമായെന്ന് കരുതുന്നു. ഓക്കെ സർ, അതിനോടൊപ്പം ചേർന്ന് ഒരു കാര്യം കൂടി, ഇപ്പൊ ഒരു കൺവേർഷന്റെ കാര്യം പറയുന്നുണ്ടല്ലോ, അതിലൊരു പാസ്റ്ററുടെ വീട്ടിൽ ചെന്നിട്ട്, അപ്പോ അവരാദ്യം ഒരു ചെല്ലുമ്പോ ഒരു ആ ഒരു ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ട് അവര് കൺവേർഷന് ശ്രമിക്കുന്നു എന്നുള്ളൊരു ഇത് വരുന്നില്ലേ അതില്. അപ്പോ അതിനുശേഷം പിന്നീടും ആ പാസ്റ്ററെ കണ്ടിരുന്നു കുറെ, അന്ന് പോയി കണ്ടു, പിന്നെ പോലീസുകാർ വന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീടും കാണാനിടയായിട്ടുണ്ടോ? എന്താണ് അവിടെ ആ ഒരു ഇല്ല ഇല്ല, ലൈനിലൊക്കെ പിന്നെ എങ്ങനെയായിരുന്നു പിന്നെ എന്നുള്ളത്? അവരെ കണ്ടിട്ടില്ല. ഓക്കെ, പിന്നെ കണ്ടിട്ടില്ല അദ്ദേഹത്തെ. പിന്നെ ഞങ്ങൾ കാണാൻ ശ്രമിച്ചിട്ടുമില്ല ആ സ്ഥലത്ത്. ഞങ്ങൾ ദാവൻകരി വരെ പോയിട്ടുണ്ടെങ്കിലും ഈ പാസ്റ്ററുടെ അടുത്ത് പിന്നെ ഞങ്ങൾ കാണാൻ ശ്രമിച്ചിട്ടില്ല. അത് അറിയില്ല, അതിനെക്കുറിച്ച് സത്യത്തിൽ അറിയില്ല. പിന്നെ അദ്ദേഹം അവിടെ ഉണ്ടോ, അവരെത്രത്തോളം അത് വ്യാപിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. അത് ഒരു മണിക്കൂർ കൊണ്ടൊന്നും ചർച്ച ചെയ്ത് തീരാവുന്ന ഒരു പുസ്തകമല്ല. അതിൽ പങ്കെടുക്കുന്നവര് അരുണിനോട് ചോദ്യങ്ങൾ ചോദിക്കണം. സമയം കളയണ്ട, ചോദിക്കണേ. ആരും ഒന്നും ചോദിക്കുന്നില്ലല്ലോ. എൻ്റെ ഒരു സംശയമല്ല, ഒരു അന്വേഷണം. ഇതിപ്പോ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ ഒരു നല്ലൊരു പുസ്തകമായിട്ടാണ് അനുഭവപ്പെട്ടത്. എങ്ങനെയൊക്കെയാണ് ഇതിന് തയ്യാറെടുക്കാറുള്ളത്? ഇത്തരം ഒരു എഴുത്തിനായിട്ട് പോകുമ്പോൾ, ഇത്തരം അന്വേഷണത്തിനായി പോകുമ്പോൾ, അതുപോലെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇതില് ഒരു ജേർണലിസ്റ്റ് രീതിയിലാണെങ്കിലും ഇവരുടെ കുറെ തുറന്നു പറച്ചിലുകൾക്ക് എന്തൊക്കെ തന്ത്രങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്? ഈ രണ്ട് കാര്യം ഒന്ന് അറിയണമെന്നുണ്ടായിരുന്നു. എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ്, എങ്ങനെ വേണം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോൾ നമ്മളുടെ ഒരു ഹോംവർക്ക്, അവിടെ ചെന്നാൽ എങ്ങനെയാണ് അതിനെ ടാക്കിൾ ചെയ്യണത്? അത് കിട്ടണമെന്നില്ലല്ലോ. കർണാടക പോലുള്ള ഇടങ്ങളിലാണെങ്കിൽ പോലും നമുക്ക് അതിന്റെ ഒരു ആക്സസ് ഉണ്ടാവണമെന്നില്ലല്ലോ പലപ്പോഴും. ഒന്ന് പറയാമോ? സാറേ, നല്ല ചോദ്യം. ഇതിന്റെ ഉത്തരം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തയ്യാറെടുപ്പ് എന്താന്നുള്ളത് സത്യത്തിൽ അറിയില്ല. ഞാൻ എന്നാലും ഒരു ഔട്ട്ലൈൻ പറയാം, സാറിന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതായത്
നമ്മളിപ്പോൾ ഒരു സ്ഥലത്തെക്കുറിച്ച് കേൾക്കുന്നു, ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഇന്ന സംഭവം ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം എല്ലാവരും ചെയ്യുന്ന പോലെ ഗൂഗിളിൽ അങ്ങ് സെർച്ച് ചെയ്യും, ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്യും. അപ്പോൾ പലപ്പോഴും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഗൂഗിളിലുള്ള വിവരങ്ങൾ മിക്കവാറും ഒക്കെ NGOs ഇടുന്ന വിവരങ്ങളായിരിക്കും കൂടുതലും ഉണ്ടാവുക. കാരണം അവരാണ് അതിനകത്ത് ഇപ്പം അവിടുത്തെ അതിൻ്റെ റിയൽ ഇത് അനുഭവിക്കുന്നവർ, ഒരു പതറ്റിക് കണ്ടീഷനിലുള്ളവർ എന്തായാലും ഈ അവരുടെ ഡാറ്റാസ് ഒന്നും ഗൂഗിളിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. അപ്പോൾ NGOs ഇടുന്ന അവരുടെ ഒരു നെഗറ്റീവ് ആയിരിക്കും മിക്കവാറും നമ്മൾ കാണുന്ന മിക്കവാറും കഥകളെല്ലാം. അപ്പം അത് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത് വായിക്കുന്നത്. അപ്പം നമുക്ക് പക്ഷേ എന്നാലും നമുക്കൊരു ഐഡിയ കിട്ടും എവിടെയാണ് പോകേണ്ടത്, ഏത് സ്ഥലത്താണ് പോകേണ്ടത്, എവിടെ പോയി കഴിഞ്ഞാൽ ആരെ കാണണം, ഓരോരുത്തരെ കാണുമ്പോൾ അവർ പറയാൻ സാധ്യതയുള്ള കഥ എന്തായിരിക്കും, അതിനെ നമ്മൾ എത്രമാത്രം വിജിലൻ്റ് ആയിരിക്കണം, അവർ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം മാനിപ്പുലേറ്റഡ് ആയിരിക്കും എന്നൊക്കെയുള്ള ഒരു ഏകദേശ ധാരണ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമല്ലോ. ഇത് കഴിഞ്ഞ് അവിടെ പോകുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കുണ്ടായ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ യാത്രയ്ക്ക് വന്ന ആളുകൾ എല്ലാം വളരെ ശരിക്കും പറഞ്ഞാൽ ധൈര്യശാലികളായിരുന്നു. അല്ലെങ്കിൽ അവർക്കൊരു ത്രില്ലുണ്ടായിരുന്നു ഇതിനകത്ത്, ഇത് കണ്ടുപിടിക്കണം എന്നൊക്കെയുള്ള ത്രില്ലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ കൽക്കട്ടയ്ക്കൊക്കെ വന്ന പ്രമോദ്, ആൾ BSFന്റെ ട്രെയിനിങ് കിട്ടിയ ആളായതുകൊണ്ടായിരിക്കും ആൾക്ക് ട്രെയിനിങ് കിട്ടിയതുകൊണ്ട് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, പുള്ളിക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പുള്ളിക്ക് അത് ഈ ഒരു കാര്യങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രം അറിയാം. അതുപോലെ തന്നെ കുറച്ച് നല്ല ധൈര്യമുണ്ട്. ഞങ്ങൾ കൽക്കട്ടയിലേക്ക് പോകുമ്പോൾ, സോനാഗച്ചിയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ബ്ലസ്സിയുടെ എന്നൊക്കെ കുറേ നമ്പറൊക്കെ മേടിച്ചു. അവിടെ കൽക്കട്ട ന്യൂസ് ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹത്തെ സഹായിച്ച ആൾക്കാരുടെ നമ്പറൊക്കെ പുള്ളി എനിക്ക് തന്നിരുന്നു. പുള്ളി വളരെ കാര്യമായിട്ടൊക്കെ ഇതൊക്കെ സഹായിക്കുന്നൊക്കെ വിചാരിച്ച തന്നത്. പക്ഷേ പല നമ്പറുകളും എടുക്കുന്നുണ്ടായിരുന്നില്ല, പല ആളുകളും ആ സ്ഥലത്തെ ഉണ്ടായിരുന്നില്ല, അവരെല്ലാം അവിടെ നിന്ന് മാറിപ്പോയിരുന്നു ആ സമയത്തിനകം. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങളെ സഹായിക്കാമെന്ന് വിചാരിച്ച 1-2 പേരെ അവിടെ എത്തിയിട്ട് വിളിച്ചാലും കിട്ടാതായി. അപ്പോൾ സത്യത്തിൽ പേടിച്ചു. പക്ഷെ അപ്പോൾ ഈ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ പ്രമോദിൻ്റെ അടുത്ത് പറഞ്ഞു, വാ നമുക്ക് കയറാം, ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഇതുവരെ വന്നല്ലോ, നമ്മൾ കേരളത്തിൽ നിന്ന് കൽക്കട്ട വരെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ പടിവാതിൽക്കൽ തിരിച്ചു പോകാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് കയറാമെന്ന് പറഞ്ഞു അങ്ങനെ കയറി. അപ്പോൾ അതുകൊണ്ട് ചില അബദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് അതിനകത്ത് സീമയും കൂട്ടരും ഒക്കെ കൂടി നമ്മളെ തട്ടിക്കൊണ്ടു പോവുകയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. ആ സാഹചര്യമൊക്കെ ഉണ്ടായത് നമ്മുടെ ഒരു പരിചയക്കുറവ് കൊണ്ടും നമ്മുടെ ചെറിയ ചില എടുത്തുചാട്ടങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടായതാണ്. പിന്നെ ഇതിനകത്ത് സാറ് പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. ഈ ടാറ്റിക്സ് എന്നുള്ള സാധനം നന്നായി നമ്മൾ വർക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ പല നുണകളും പറയേണ്ടി വരും ഇവരെടുത്ത്. ഇപ്പം എനിക്ക് തന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ സോനാഗച്ചിയിലൊക്കെ പോയിട്ട് പെൺകുട്ടികളോട് സംസാരിക്കുന്നത് ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ഈ പുസ്തകം കുറച്ചുകൂടി സ്ത്രീപക്ഷമായിട്ട്, അല്ലെങ്കിൽ ശരിക്കുള്ള അവരുടെ ഒരു വേദനയൊക്കെ ഒപ്പിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ വന്നേന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അതിനകത്ത് കയറാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു ക്ലയൻ്റായിട്ട് ഞങ്ങൾ കയറിയ പോലെ സ്ത്രീകൾക്ക് കയറാൻ പറ്റില്ല. ഒരു ക്ലയൻ്റ് ആണെന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയെ സമീപിക്കാൻ സ്ത്രീകൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ പറ്റില്ല. അപ്പം ഞങ്ങൾ ക്ലയൻ്റായിട്ട് കയറുമ്പോൾ നമ്മൾ കയ്യിൽ മൊബൈൽ ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് എടുക്കുന്നത് ഒരു റാപ്പ് വെച്ച്, ഈ പെൺകുട്ടി ഇപ്പം നമ്മളോട് കുറച്ച് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്, ഇവരിനി നമുക്ക് എതിരായിട്ട് ഇവിടെ പ്രവർത്തിക്കില്ല എന്നൊക്കെ ഉള്ള ഒരു ധാരണ എത്തുമ്പോഴേ നമ്മൾ പറയുള്ളൂ. ഒരു ഫോട്ടോ എടുത്തോട്ടെ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തോട്ടെ, ആ ഘട്ടത്തിൽ നമ്മൾ ചോദിക്കുള്ളൂ. അതുവരെ നമ്മൾ ഇതൊന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ ഇരിക്കണം. ചിലയിടത്തൊക്കെ നമ്മുടെ ചില അമിതാവേശം ചില വിവരങ്ങൾ നഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ചിലതിലൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. മതപ്പാടുകളിലൊക്കെ അങ്ങനെ 1-2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ചില ഈ ഓവറായിട്ടുള്ള നമ്മുടെ ചില എടുത്തുചാട്ടം കൊണ്ട് ചില ഉത്തരങ്ങൾ അവർ പറയാതെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ സമയമെടുത്ത് അവരോട് സംസാരിക്കുക. സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു ഇതിലേക്ക് വരും. അതുവരെ അവരോട് ഇപ്പോൾ നമ്മളെല്ലാവരെയും പറ്റുന്നൊരു തന്ത്രമാണത്. നമ്മൾ അവരുടെ ഒരാളാണെന്ന് തോന്നിക്കൊണ്ട് സംസാരിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ മതപ്പാടുകൾ വായിച്ചാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ അത് പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണം. മതപ്പാടുകൾ തിരുനെല്വേലിയിലെ ഒരു ഗുണ്ടയെ കാണുന്നുണ്ട്, തേവർ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരു ദൊര എന്ന് പറയുന്ന ഒരാളെ കാണുന്നുണ്ട്. അപ്പോൾ പുള്ളിയോട് ഞാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ കുട്ടികൾ ഇങ്ങനെ മറ്റ് സമുദായത്തിലെ കുട്ടികളൊക്കെ ഇടകലരില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, അങ്ങനെയൊന്നും പേടിക്കില്ല സാർ, എല്ലാവർക്കും വേറെ വേറെ സ്കൂളുകളാണെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അതിലൊരു പേടിയുണ്ട് എന്നാണ് പുള്ളി വിചാരിക്കുന്നത്. പുള്ളിയുടെ സമുദായത്തിൽപ്പെട്ട ഒരു വേറെ സമുദായവുമായിട്ട് ബന്ധപ്പെടുന്നതിൽ നമുക്കൊരു ആദ്യം ഉണ്ട് എന്നുള്ള രീതിയിലാണ് പുള്ളി ഉത്തരം പറയുന്നത്. അതെന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിലാണ് അയാളെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സമുദായത്തിന്റെ വിഷയം എന്ന് പറയുമ്പോൾ നമ്മൾ ആ രീതിയിലാണ് പുള്ളിയുടെ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് നമ്മൾ ഡയലോഗ് അടിക്കുന്നതൊക്കെ. അപ്പോൾ പിന്നെ ചില സമയത്ത് അത് നമ്മൾ പ്രൊവോക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ഒരു എന്താ പറയുക, ആ സിറ്റുവേഷൻ അനുസരിച്ച് ഇത് ആളുകളെ ഡീൽ ചെയ്യുന്നതായതുകൊണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് പ്രതികരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് പറ്റുള്ളൂ. വലിയൊരു തയ്യാറെടുപ്പ് നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മളവിടെ എത്തിപ്പെടുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല നമ്മൾ ചിലപ്പോൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുക. നമ്മൾ കാണേണ്ട ആളല്ല വേറെ ആളെയും ചിലപ്പോൾ അവിടെ വെച്ച് കാണുന്നത്.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ വലിയൊരു തയ്യാറെടുപ്പ് എടുത്ത് പോകേണ്ട കാര്യമില്ല. പക്ഷേ എന്നാൽ ചില തയ്യാറെടുപ്പുകൾ വേണം താനും. അതങ്ങനെ തീർത്തും ഒരു ഇതായിട്ട് പോകരുത്. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് പറയാൻ പറ്റുന്ന ഒരു തയ്യാറെടുപ്പുകൾ ഉള്ളൂ. പിന്നെ ഭാഷ വലിയൊരു ഫാക്ടറാണ്. ഭാഷ അറിയുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന്, അതൊക്കെ എനിക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയി. നല്ലപോലെ അറിയുന്ന ആൾക്കാരെ നമ്മുടെ കൂടെ ഉണ്ടായി. ഞാൻ ഇങ്ങനെ ഒരു ഇതില്ലാതെ ഒരാളെയും കൂടെ കൂട്ടാതെ പോയൊരു യാത്ര ബീഹാറിൽ മുംഗേർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് തോക്ക് വാങ്ങാൻ പോയ യാത്രയാണ്. അത് ആരും കൂട്ടരുത് എന്ന് തന്നെ വിചാരിച്ചിട്ട്. കാരണം അത് കുറെ സംസാരിച്ചവരെല്ലാം വളരെ മോശം അഭിപ്രായം പറഞ്ഞൊരു സ്ഥലമാണ്. അത് വളരെ അപകടം പിടിച്ചൊരു സ്ഥലമാണ്. അവിടേക്ക് നിങ്ങൾ പോകുന്നത് സൂക്ഷിച്ച് വേണം എന്നൊക്കെ എല്ലാവരും പറഞ്ഞപ്പോൾ എന്നാൽ വേറെ ആരും കൂട്ടണ്ട, ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അതിനകത്ത് ഒരു പ്രിപ്പറേഷൻ ഉണ്ടായുള്ളൂ. എനിക്ക് ഭോജ്പൂരി അറിയില്ല, അവിടെ ഉള്ളവർക്ക് വേറെ ഒന്നും അറിയില്ല, ഇംഗ്ലീഷും ഒന്നും അറിയില്ല, അവർക്ക് ഹിന്ദി പോലും അറിയില്ല. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷും ഭോജ്പൂരി അറിയുന്ന ഒരാളെ കണക്ട് ചെയ്ത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അത് ഒരാളെ ലെക്കിൽ കിട്ടി. ഒരു മുകേഷ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യനെ കിട്ടി. അത് കിട്ടി ഉറപ്പായപ്പോൾ അങ്ങോട്ട് പോയി. ബാക്കിയെല്ലാം അവിടെ ചെന്നിട്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ തോക്ക് മേടിക്കാന്ന് പറഞ്ഞ് പോകുന്നു. അയാൾ ഭാഗ്യം കൊണ്ട് അയാൾ നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ പ്രതികരിക്കുന്നു. പക്ഷേ ഒരു രണ്ടാമത്തെ പ്രാവശ്യം ആ വീട്ടിൽ തോക്ക് മേടിക്കാൻ പോകുമ്പോൾ അവിടെ മറ്റാളുകൾ സമീപവാസികൾ വന്ന് അന്വേഷിച്ചു, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്നൊക്കെ അന്വേഷിക്കാൻ വരെ വന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് സംശയം തോന്നി. 2-3 പ്രാവശ്യം ഒരേ വീട്ടിലേക്ക് ഇങ്ങനെ ആൾക്കാർ കയറിച്ചപ്പോൾ അവർക്ക് സംശയം തോന്നി, അന്വേഷിക്കാനൊക്കെ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സംശയം ഒഴിവാക്കാൻ വേണ്ടി ഒരു 8000 രൂപ ചിലവാക്കിയിട്ടാണെങ്കിൽ ഒരു തോക്ക് അങ്ങ് മേടിക്കാം. മേടിച്ചിട്ട് തോക്ക് മേടിക്കാൻ വന്നാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നിട്ട് ആ തോക്ക് എവിടെയെങ്കിലും കളയാം, ബീഹാറിൽ എവിടെയെങ്കിലും കളഞ്ഞിട്ട് വരാമെന്ന് വരെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. പക്ഷെ അങ്ങനെ അതൊന്നും വേണ്ടി വന്നില്ല. അവര് തിരിച്ചുപോയി. അവർ തന്നെ ഒരു തർക്കം കഴിഞ്ഞ് അവർ തിരിച്ചുപോയി. പക്ഷെ ഒരു വലിയ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ തോക്ക് മേടിക്കാമെന്ന് വരെ ഞാൻ തീരുമാനിച്ചു. അപ്പൊ അതിലൊന്നും വേറെ പ്രിപ്പറേഷൻ ഒന്നും നടക്കില്ല. അവിടെ എത്തിയിട്ട് എന്താണോ സംഭവിക്കുന്നത് അതിനനുസരിച്ച് പ്രതികരിക്കുക എന്നുള്ളത് മാത്രമേ നടക്കുള്ളൂ. എന്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നതാണ്. ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ സാറ് ചോദിച്ചത് ചില കാര്യങ്ങൾ നടക്കില്ലല്ലോ എന്ന് പറഞ്ഞു. അത് സത്യമാണത്. കാരണം കുറെ യാത്രകൾ നടക്കാത്തതുണ്ട്. ഇപ്പോൾ DC ബുക്സിന്റെ ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ ഇടയ്ക്ക്, ഒരു ദേശം പല ഭൂഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞിട്ട്. VS സനോജ് എൻ്റെ സുഹൃത്താണ് എഴുതിയിരിക്കുന്നത്. അതിൽ സനോജ് ആ സ്ഥലത്തിന്റെ പേര് ഞാനിപ്പോൾ സത്യത്തിൽ മറന്നു. ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലത്ത് അദ്ദേഹവും 2 സുഹൃത്തുക്കളും പോയിട്ട് അവിടുത്തെ ഒരു വലിയ ലൈംഗിക കമ്പോളത്തിൽ കയറാൻ, അത് വെച്ചാൽ അവിടെ ഒരു ദേശീയപാതയുടെ തീരത്തുള്ള ഒരു സൈഡിലുള്ള ഒരു വലിയൊരു ലൈംഗിക തെരുവുണ്ട്. അതിനകത്ത് കയറാൻ തീരുമാനിച്ചു എന്നും അതിലെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ സനോജിന്റെ 2 സുഹൃത്തുക്കളായിട്ട് ഒരു സുഹൃത്ത് ഭയങ്കരമായിട്ട് ആവേശം കാണിച്ചു, അവിടെ കയറണം എന്ന് പറഞ്ഞ ഭയങ്കര ആവേശം കാണിച്ചു. പക്ഷെ ഇവർ രണ്ടുപേരും, ഞങ്ങൾക്ക് 2 പേർക്ക് പേടിയായതുകൊണ്ട്, സനോജിനും മറ്റൊരു സുഹൃത്തിനും പേടിയായതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ആ കയറാൻ ആവേശപ്പെട്ട സുഹൃത്ത് ഭയങ്കര നിരാശനായി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് പേരൊന്നും ഉപയോഗിച്ചില്ല. അങ്ങനെ ആ കയറാൻ ആവേശം കാണിച്ച സുഹൃത്ത് ഞാനാണ്. അതിൽ ആരും പേര് പുള്ളി ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമുക്കെല്ലാം നടന്നൊന്നും വരില്ല. നമ്മളവിടെ പോകുമ്പോൾ അവിടെ കയറണം എന്നൊക്കെ വിചാരിച്ച് പോയതാണ്. പക്ഷെ അവിടുത്തെ സിറ്റുവേഷൻ ഒക്കെ കണ്ടപ്പോൾ കൂടെ ഉള്ളവർക്ക് പേടിയായി. അപ്പോൾ നമ്മളും പിൻവാങ്ങേണ്ടി വന്നു. കാരണം കൂടെ ഉള്ളവരും കൂടി ഒരു ഇതിൽ നിന്നാൽ മാത്രമേ ഈ യാത്രകൾ നമ്മൾ ഉദ്ദേശിച്ചൊരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ആ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഒരു വലിയ ത്രില്ലൊന്നുമില്ല. അപ്പോൾ ഈ പുസ്തകത്തിന്റെ പേജ് കൂടുതലാണ്. നമുക്ക് വൃന്ദാവൻ ചാപ്റ്റർ ഇതിനകത്ത് ഒഴിവാക്കിയാലോ എന്ന് വരെ ചോദിച്ചതാണ് ഒരു ഘട്ടത്തിൽ. കാരണം അതിനകത്ത് വലിയ ത്രില്ലടിപ്പിക്കുന്ന കഥകളൊന്നുമില്ല. ഈ സ്ത്രീകൾ ഇങ്ങനെ അവരുടെ ദൈന്യത പറയണം. അവര് സതി നിരോധിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നു, ഇവിടെ ഭയങ്കര ചൂഷണമാണെന്നൊക്കെ പറയുന്ന വളരെ സ്ത്രീകളുടെ ഒരു മാത്രമല്ല അവിടുത്തെ അന്വേഷണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയ ഉദ്ദേശം നടന്നിട്ടില്ല. അപ്പൊ ആ രീതിയിൽ ആ ചാപ്റ്റർ ഒരു വേസ്റ്റ് അല്ലേ എന്ന് ചോദിച്ചാൽ, പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ എല്ലാ ശ്രമങ്ങളും വിജയിക്കുന്നില്ല എന്നുകൂടി വായനക്കാരെ അറിയണമെന്ന് വിചാരിച്ചിട്ടാണ് വൃന്ദാവൻ സത്യത്തിൽ അതിനകത്ത് ചേർത്തത്. പക്ഷെ ആ ചാപ്റ്ററും ഒരുപാട് പേര് ചർച്ച ചെയ്തു. അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ കാണാത്ത സതി നിരോധനത്തിന്റെ മറ്റൊരു തലം അതിനകത്ത് ചർച്ചയിൽ വരുന്നുണ്ട്. അതിനകത്ത് കുറെ സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ ആളുകൾ എപ്പോഴും എടുത്തു പറയാറുണ്ട്. അതിനകത്തൊരു രക്ഷാക്കാരനായിട്ടുള്ള നമ്മുടെ സംഭാഷണമൊക്കെ ഒരുപാട് പേര് എഴുതിയതും മനസ്സറിഞ്ഞ് വായിച്ചുപോയ രംഗങ്ങളാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രിപ്പറേഷൻ. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. എല്ലാം സക്സസ് ആവുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ഈ ജേർണലിസ്റ്റ് ആവുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു റിസ്ക് ഫാക്ടറിനോട് ഇഷ്ടം ഉണ്ടായിരുന്നോ? ജേർണലിസത്തിന് മുമ്പ് തന്നെ, ഇപ്പൊ ചെറുപ്പകാലത്തോ? അങ്ങനെ ഒരു ചോദ്യം. ഇല്ല, അങ്ങനെ ഒരു റിസ്ക് ഫാക്ടറിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല.
പക്ഷേ ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്കൊരു പുതുമയുള്ള കാര്യമാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക എന്നുള്ളൊരു സംഗതി ഉണ്ട്. അത് തോന്നിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ഈ റിസ്ക് നമ്മളത് കാണാതെ പോകുന്നതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ നമ്മളങ്ങനെ റിസ്ക് എടുത്ത് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഒരു വാശിയൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ആദ്യം പറഞ്ഞല്ലോ, ഡ്യൂപ്പ് എന്ന് പറഞ്ഞൊരു പുസ്തകത്തെ കുറിച്ച് പറഞ്ഞു. ആക്ച്വലി ഡ്യൂപ്പ് എന്ന് പറഞ്ഞ പുസ്തകം തന്നെ ഈ പറഞ്ഞ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തുണ്ടാവുന്നതാണ്. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ സനോജിന്റെ കൂടെ, സനോജ് മാതൃഭൂമിയിലാണ് അന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ സനോജിന്റെ കൂടെ കോഴിക്കോട് അവിടെ ഒരു ആ തിയേറ്റർ പേര് ഗംഗയാണെന്ന് തോന്നുന്നു, ഞാൻ പേര് ഇപ്പൊ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അവിടുത്തെ ഒരു തിയേറ്ററിൽ ഒരു അന്ന് ഇന്നത്തെ സംവിധാനങ്ങളൊന്നും വന്നിട്ടില്ല. അവിടെ ഈ നമ്മുടെ സിനിമ ഇതിട്ടിട്ട് കറക്കുന്നതായിരിക്കും. ഇപ്പോഴത്തെ ഈ ഇതിലുള്ള എത്ര പേർക്ക് അത് അറിയുന്നില്ല, സ്റ്റുഡൻസിന് എന്തായാലും അറിയുണ്ടാവില്ല. നമ്മുടെ ഫിലിം പെട്ടി കൊണ്ടുവന്നിട്ട് ആ ഫിലിം പെട്ടി ഇട്ടിട്ട് സിനിമ കളിക്കുന്ന കാലമാണ്. അപ്പൊ ആ സമയത്ത് ഈ ഒരുപാട് കാലത്ത് ഈ 2000 മുതൽ 2005 വരെയുള്ള കാലം എന്ന് പറയുന്നത് മലയാളത്തിലെ അശ്ലീല സിനിമകളുടെ ഒഴുക്കിന്റെ കാലമാണ്. ആ സമയത്ത് ഈ ബിറ്റ് ഇടുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, ഈ ഫിലിമിന്റെ ഇടയിൽ കൂടി വേറെ അശ്ലീല ബിറ്റുകൾ ഇടുന്ന ആ കാലത്ത് അങ്ങനെ ചെയ്തിരുന്ന ഒരാൾക്കെതിരെ ഒരു കേസ് വന്നു, അവിടുത്തെ ഒരു ഫിലിം ഓപ്പറേറ്റർക്കെതിരെ. അയാൾ ഒരു 10 ആ പുള്ളിക്കെതിരെ ഒരു കേസ് വന്നു. ഈ ഇങ്ങനെ സിനിമയ്ക്കകത്ത് ബിറ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ടൊരു കേസ് വന്നു. അപ്പൊ ആ കേസ് വന്നപ്പോ ഞാന് ഓക്കെ ആ കേസ് വന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സനോജ് പോകുന്നു പറഞ്ഞപ്പോൾ ഞാനും കൂടെ പോയി. ഇതൊരു എനിക്ക് കൗതുകമുള്ള ഒരു വിഷയമായതുകൊണ്ട് ഞാനും പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു ഫിലിം ഓപ്പറേറ്ററെ പരിചയപ്പെട്ടു. ഒരു പുതിയ ടെക്നോളജി ഒക്കെ വെച്ചുള്ള ഒരു ഫിലിം ഓപ്പറേറ്ററെ പരിചയപ്പെട്ടു. അപ്പോൾ പുള്ളിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, പുള്ളി പണ്ട് ഈ അശ്ലീല സിനിമകളുടെ എല്ലാം അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അവിടെ ഷക്കീലയുടെ സിനിമയ്ക്കൊക്കെ അവരൊരു ഡ്യൂപ്പിനെ ഉപയോഗിച്ചായിട്ട് പുള്ളി പറഞ്ഞു, ഒരു ഡ്യൂപ്പ് സ്ത്രീ ബോഡി ഡ്യൂപ്പിനെ ഉപയോഗിച്ചായിട്ട് പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി. ഇതൊരു ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ്, ഇങ്ങനെ ഒരു സംഗതി, ഒരു സ്ത്രീ നമ്മൾ കാണാത്തൊരു സ്ത്രീ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ആ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാൻ ചെന്നൈയിൽ അന്വേഷിച്ച് പോയിട്ട് അവരുടെ ഒരു സ്റ്റോറി ആണ് കൊടുത്തിരുന്നു വാർഷികപ്പതിപ്പിൽ. അതാണ് പിന്നീട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് DC ബുക്സ് അവരുടെ ആത്മകഥയായിട്ട് ബുക്കാക്കിയത്, ഡ്യൂപ്പ് എന്നുള്ള പേരിൽ ബുക്കാക്കിയത്. അപ്പൊ ഇത്രേ ഉള്ളൂ. അതിനകത്ത് അന്ന് വരെ സാഹസികതയൊന്നുമില്ല. അവരെ പോയി കാണുന്നു, അത് അന്വേഷിച്ച് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അന്നും. ആ ക്യൂരിയോസിറ്റിയാണ് ഇപ്പോൾ ഇതിലും ഡാൻസ് ബാർ നിരോധിച്ച് ഒരു സ്ത്രീ പറയാണ് ഞങ്ങൾ രഹസ്യപ്പെട്ട സ്ത്രീ എന്ന് പറയുമ്പോൾ തോന്നുന്ന ഒരു ക്യൂരിയോസിറ്റി. ആ ക്യൂരിയോസിറ്റിയുടെ പുറത്തുള്ള അന്വേഷണം, അത്രേ ഉള്ളൂ. റിസ്ക് പിന്നെ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നു പോയതാണ്. റിസ്ക് വന്നപ്പോഴും നമ്മുടെ ക്യൂരിയോസിറ്റി അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ആ റിസ്ക് അങ്ങ് എടുത്തതായിരിക്കും. അല്ലാതെ റിസ്കിനോട് വലിയ സ്നേഹമൊന്നുമില്ല. ഈ കൽക്കട്ട ന്യൂസ് സിനിമ കാണുമ്പോൾ ഉണ്ടായ കുറെ സമവൈകാരികത ഈ പുസ്തകം വായിക്കുമ്പോൾ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ആ മേക്കിങ്ങിന്റെ അതുപോലെ റൈറ്റിങ്ങിന്റെ റിസ്ക് അപ്പൊ വായനക്കാർക്കൊക്കെ നല്ലവണ്ണം അനുഭവപ്പെട്ടു. എന്തായാലും നിതിൻ ഏറെ എന്താ പറയാ ചുരുക്കി ഇത് പറയാൻ സാധിച്ചു എന്നുള്ള വലിയ സന്തോഷം അറിയിക്കുക. വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. നിതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ പറയാണ്. ഇന്ന് ഇവര് ആകെ അവരുടെ ട്രെയിനിങ്ങിന്റെ തിരക്കുകൾക്കിടയിലും അരുണിന്റെ പുസ്തകം തിരഞ്ഞെടുത്ത് ഇതുപോലെ ഇങ്ങനെ അവതരിപ്പിക്കാൻ കൂടെ നിന്ന നേഹ, അതുപോലെ ലയന, ഇന്ന് ഇതിന്റെ മോഡറേറ്ററും ലിങ്ക് കൈകാര്യം ചെയ്യുന്ന ലിഖിത, രണ്ടും ഒരാളാണ്. അപ്പൊ ലിഖിതയ്ക്കൊക്കെ പ്രത്യേകം സ്നേഹം അറിയിക്കണം. ഇനി ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. എല്ലാവരോടും സ്നേഹം അറിയിക്കും. അപ്പോ ഇത്രയും തിരക്കുകൾക്കിടയിൽ അരുൺ വന്നതിന് പിന്നെ പ്രത്യേകം സ്നേഹം പറയുകയാണ്. അതും പത്രപ്രവർത്തകരുടെ തിരക്ക് അറിയാലോ. അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സമയം കണ്ടെത്തി വന്നതിന് നമ്മൾ പ്രത്യേകം സ്ഥാപനത്തിന്റെ പേരിലുള്ള നന്ദി പറയുകയാണ്. ഞങ്ങളുടെ പ്രിൻസിപ്പൾ സ്ഥലത്തില്ല, അല്ലെങ്കിൽ മിസ് സംസാരിക്കുമായിരുന്നു. ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണം കേട്ടോ. ഓക്കെ മാഷെ. അത് ഈ വ്യാഴാഴ്ചകൾ തോറും ഇങ്ങനെ ഒരു പുസ്തകം എടുത്ത് ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയൊരു സംഗതി. ഇപ്പോഴത്തെ സമയത്ത് എല്ലാ ആഴ്ച ഇങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും അതിന് വളരെ വിശദമായിട്ട് തന്നെ അതിൽ ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ളതൊക്കെ വളരെ ഈ പറഞ്ഞ പോലെ അതൊരു വളരെ കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അതിൽ വലിയ സന്തോഷം, അതിൽ വിളിച്ചതിൽ വലിയ സന്തോഷം. പുസ്തക വായന എന്തായാലും ഇവരെ പുതുക്കിക്കൊണ്ടിരിക്കുമല്ലോ. കുറെ ബുദ്ധിമുട്ടുണ്ട് ഇവരുടെ പരീക്ഷാ രീതികൾക്കിടയിൽ ഇതും കൂടെ നടത്തുക എന്നുള്ളത്. കുട്ടികൾക്ക് ചെറിയ സ്ട്രെയിൻ ആണ്, എന്നാലും വായിക്കുന്ന അധ്യാപകരും വായിക്കാത്ത അധ്യാപകരും നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ ഇങ്ങനെ എഴുത്തുകാരെ നേരിട്ട് സംവദിക്കാനും സാധിക്കുന്നുണ്ടല്ലോ, അതും വലിയൊരു കാര്യം. അതെ, ഓക്കെ. ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണേ.
സമയം ഒത്തിരി നീണ്ടുപോയി. അപ്പൊ എന്നാ ലിഖിത നമുക്ക് അവസാനിപ്പിക്കാം. മാഷെ. ഒന്നുകൂടെ അരുണിന് നന്ദി പറയുകയാണ് കേട്ടോ. താങ്ക് യു. ഓക്കെ ഓക്കെ മാഷ്. ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ നമ്മുടെ ഹീര ടീച്ചറുടെ റീഡിംഗ് ക്ലബ് സുഹൃത്താണ്. ഞാനിത് ഈ പുസ്തകം 2016 ഇറങ്ങിയ സമയത്ത് വായിച്ചതാണ്. നിതിന്റെ അവതരണം വളരെ നന്നായിരുന്നു കേട്ടോ. ഒരു റീഡ് ചെയ്ത എക്സ്പീരിയൻസ് ആയി. താങ്ക് യു. താങ്ക് യു സാർ. ഇനി ആർക്കും ചോദ്യങ്ങളൊന്നും ഈ ചോദിക്കാൻ പറഞ്ഞ നിധിന് ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുന്നില്ല കേട്ടോ. നിധിന് ഞാൻ പ്രത്യേകിച്ച് നന്ദി അയ്യോ, പറയുന്നില്ല. അതിന്റെ ആവശ്യമില്ല. സന്തോഷം, സ്നേഹം. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമുക്ക് മതപ്പാടുകള് ഒരു ലക്കം വെക്കാം കേട്ടോ. മതപ്പാടുകള് ആട്ടെ മാഷ്. യെസ്. ഇനി ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഈ അരുൺ അങ്ങനെ കിട്ടുന്നതല്ല. അരുൺ ഇല്ല. ലിഖിത. ഓക്കെ. മാഷെ. നന്ദി പറയുന്നതിനായിട്ട് 2ാം വർഷ മലയാളം വിദ്യാർത്ഥിനിയായ നേഹ സി കിഷോറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. നമസ്കാരം. വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന ഈ ഒരു പുസ്തകത്തിന്റെ അവതരണത്തിലൂടെ വ്യാഴാഴ്ച വായനാഴ്ചയുടെ മറ്റൊരു മനോഹരമായ അധ്യായമാണ് ഇന്നിവിടെ സംഭവ്യമായത്. ഈ ഒരു പരിപാടി ഇവിടെ മനോഹരമായി നടന്നു പോകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പളായ ഡോക്ടർ PS സുസ്മിത മിസ്സിന്റെ സ്നേഹവും അതുപോലെയുള്ള സഹകരണം കൊണ്ട് തന്നെയാണ്. മിസ്സിന്റെ അഭാവത്തിൽ സ്നേഹം, നന്ദിയും അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ പരിപാടിയുടെ മുഖ്യാതിഥിയും ഗ്രന്ഥരചയിതാവുമായ അരുൺ എഴുത്തച്ഛൻ സാറിനെ ലിറ്റററി ക്ലബിന്റെയും ലൈബ്രറി റീഡേഴ്സ് ഫോറത്തിന്റെയും എത്രയും സ്നേഹം അറിയിക്കുന്നു. നമ്മുടെ ഈ ഒരു പരിപാടിയുടെ ടീച്ചർ കോർഡിനേറ്റേഴ്സായ ഡോക്ടർ KS കൃഷ്ണകുമാർ സാറിനും ഡോക്ടർ ഹീര KS മിസ്സിനെയും ഈ ഒരു പരിപാടിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഈ ഒരു പുസ്തകം എത്രയും മനോഹരമായി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച ആ ഒരു വായനാനുഭവത്തെ എത്രയും മനോഹരമായി നമ്മളിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് നിതിൻ ദാസനെ എത്രയും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കൂടാതെ ഈ ഒരു പരിപാടിക്കകത്ത് പങ്കെടുത്ത മുഴുവൻ പുസ്തക പ്രേമികളെയും പങ്കെടുത്ത എല്ലാവരെയും ലിറ്റററി ക്ലബിന്റെയും ലൈബ്രറി റീഡേഴ്സ് ഫോറത്തിന്റെയും പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.